എന്നോടാണോ പറഞ്ഞേ? പക്ഷെ എന്നോടാണോ? അതെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന നല്ല രാത്രിക്കായി അങ്ങേ വാഴ്ത്തുന്ന കർത്താവേ, കൃപയിൽ ആശ്രയിച്ച് ഞങ്ങൾ ആരംഭിച്ച കർത്താവേ, ഈ മീറ്റിങ്ങിന്റെ അവസാന ദിവസത്തേക്ക് കടന്നു വരുവാൻ ഇടയായല്ലോ. പിന്നീട് ദിവസങ്ങളൊക്കെയും കർത്താവെ ശ്രേഷ്ഠമായ ആലോചന ദേവദാസന്മാർക്കൂടെ കേൾപ്പിച്ചതായ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവെ, കടന്നു വന്ന ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവം അത്ര നല്ല ദൈവമാണ്. അവിടെ നിങ്ങൾക്ക് ആവശ്യമായ ദൈവിക അരുളപ്പാടുള്ള സമയത്ത് ദൈവം ധനദാസന്മാരെ അയച്ച കർത്താവെ കൽപ്പിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഈ മീറ്റിങ്ങുകളിൽ സംബന്ധിച്ചതായിരിക്കുന്ന എല്ലാ ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്ന് രാത്രിയിലും കടന്നു വന്ന് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കണമേ നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സിറ്റി ഹാർവെസ്റ്റ് ഫെലോഷിപ്പിന്റെ കർത്താവ് നിൽക്കുന്ന കർത്താനദാസന്റെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിനോളം ബലപ്പെടുത്തിയല്ല പിന്നെയും കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ദാസനെ കുടുംബമായി സഹായിക്കണമേ എന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ശേഷം ഇന്ന് രാത്രികാലം കടന്നു വരുന്ന അതേ മെസ്സേജുമായി കടന്നു വരുന്ന ദാസനായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. വലിയ ദൈവ കൃപ അതേ പകരണ കർത്താവെ, ജനത്തിന് ആവശ്യമായ ദൈവിക പാടിൽ നിന്ന് രാത്രികാലം കേട്ട് ഫലം പ്രാപിക്കുവാൻ ഒരു വലിയ അനുഭവമായി മാറുവാൻ കർത്താവ് ഇടയാക്കണമേ എന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഓരോ ജീവിതങ്ങളോട് ദൈവത്തിന് ആത്മഹൃദ്യമായി ഇടപെടുമാറാകണമേ. ഹല്ലേലൂയ. ദൈവമേ, ഉള്ളങ്ങളെ അറിയുന്നവനായ ദൈവം, അതാത് അതേ ഹൃദയങ്ങളെ നന്നായി അറിയുന്ന കർത്താവിന്റെ കരങ്ങളിൽ അതേ കർത്താവ് എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സംസാരിക്കണമേ, ദാസനെ ബലപ്പെടുത്തണമേ. കർത്താവെ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത രാത്രികാലം ശക്തമായി അതേ ഘോഷിപ്പാൻ തക്കവണ്ണം കർത്താവ് വിഷയത്തോട് നിർത്തുമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അതേ കർത്താവെ, പാടുവാനും പ്രാർത്ഥിപ്പാനും കർത്താവെ അതേറ്റിരിക്കുന്ന ജനതയെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. വലിയ ആത്മീയ സന്തോഷം പ്രാപിച്ചിരുന്ന രാത്രികാലം സന്തോഷത്തോടെ കർത്താവ് മടങ്ങിപ്പോ എല്ലാവരും കർത്താവ് കൃപ ചെയ്തായിട്ട് രോഗികളെ കർത്താവ് തുടമാറാക്കണമേ. കർത്താവ് വിടുതൽ പ്രാപിച്ച് മടങ്ങുവാൻ ഇന്ന് രാത്രികാലം എല്ലാവർക്കും കർത്താവ് കൃപ ചെയ്തായിട്ട് നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഇടങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിന്റെ പിതാവേ, ആമേൻ. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർ നിമിഷങ്ങൾ ദൈവത്തെ പാടി നമുക്ക് ആരാധിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ. അതേ സ്തോത്രം. ദൈവത്തെ പാടുവാൻ കഴിയുന്നത് അത് വലിയ അനുഗ്രഹമാണ്. ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ കഴിയുന്ന അനുഗ്രഹമാണ്. ഹല്ലേലൂയ. അതേ സകല ഭൂവാസുരമായുള്ള ഒരേ യഹോവയ്ക്ക് ആർപ്പെടുവീൻ. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തെ ഒരുമിച്ച് പാടി മഹത്വപ്പെടുത്താം, ആരാധിക്കാം. ആ നാമത്തെ ഈ രാത്രി നമുക്ക് ഉയർത്താം. ഹല്ലേലൂയ. അതെ, നമ്മുടെ രക്ഷകനെ, നമ്മുടെ വീണ്ടെടുപ്പുകാരനെ നമുക്ക് പാടി ആരാധിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. വർഷം വീഡിയോ നമ്മുടെ മധ്യായിരിക്കുന്ന ദാദാസ് പ്രിയ ഹല്ലേലൂയ. സ്തോത്രം. ജോബിൻ തോമസിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നും നമ്മുടെ മധ്യയുണ്ട്. കഴിഞ്ഞ 3 ദിവസം നമ്മുടെ പായിരുന്നല്ലോ. ഹല്ലേലൂയ. ദാസനെ അനുഗ്രഹിക്കുമാറാകട്ടെ. വർഷം വീഡിയോവാൻ ആ കർത്താവിനെ ക്ഷണിച്ചു ഞാൻ വാക്കുകളെ വിരമിക്കുന്നു. താങ്ക് യു പാസ്റ്റർ. ദൈവത്തിന്റെ ധന്യ തിരുനാമം ഈ സന്ധ്യയിലും വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉപവാസ പ്രാർത്ഥനയുടെ 6ാമത്തെ ദിനരാത്രികാലം നാം ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു. പ്രത്യേകിച്ച് ഇപ്രകാരം ഈ മീറ്റിങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച ദേവദാസൻ കുടുംബം, ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. കഴിഞ്ഞ ഓരോ നിമിഷവും ആ കർത്താവിൻ്റെ സാന്നിധ്യം നാം അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരുന്നു. ഇന്ന് രാത്രിയിലും ആ കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി നമുക്കൊന്ന് കൊതിക്കുവാൻ കഴിയുമോ? അപ്പാ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ, അങ്ങ് ഞങ്ങളോട് ഇടപെടണമേ, പോകേണ്ടുന്ന വഴി ഞങ്ങളെ കാണിച്ചു നൽകണമേ. പാ, തിരുവചനം പറയുന്നത് പോലെ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരുന്നു. നമ്മുടെ ഹൃദയം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഈ ലോകത്തിലുള്ള ഒരു വ്യക്തിക്കും പറയുവാൻ കഴിയത്തില്ല കഷ്ടങ്ങളിൽ കൂടെ ഇരിക്കാമെന്ന്. സമ്പത്തുള്ളപ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ, ബലമുള്ളപ്പോൾ എല്ലാവരും പറയും ഞാൻ നിന്നോട് കൂടെയുണ്ട്, എന്താവശ്യമുണ്ടെങ്കിലും നീ എന്നോട് ചോദിക്കുക, ഞാൻ നിനക്ക് നൽകാം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെടുമ്പോൾ, പണം നഷ്ടപ്പെടുമ്പോൾ, ശരീരത്തിൻ്റെ അവസ്ഥയുടെ വ്യത്യാസം വരുമ്പോൾ ഇവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് സമയമില്ല, ഇപ്പോൾ നിങ്ങൾ വിളിക്കുന്ന സ്ഥലത്തേക്ക് എനിക്ക് വരുവാൻ കഴിയത്തില്ല, ഒത്തിരി പ്രതികൂലമുണ്ട് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരു ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. അതിൻ്റെ നടുവിലും ധൈര്യത്തോടെ പറയുന്നൊരു കാര്യമുണ്ട്, ഹല്ലേലൂയ, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്.
സങ്കേതവും ബലും. ആ കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. ഹല്ലേലൂയ. കഷ്ടകാലത്ത് തള്ളിക്കളഞ്ഞു പോകുന്ന ഒരു ദൈവത്തെയല്ല, കഷ്ടകാലത്ത് തേടി പോകുന്ന ഒരു ദൈവത്തെയല്ല നമ്മൾ വിളിക്കുന്നത്, മറിച്ച് കഷ്ടകാലത്ത് നമ്മോട് കൂടെ ഇരുന്ന് ബലം പകരുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. സമാധാനം നൽകുന്ന ഒരു നല്ല അപ്പൻ്റെ പാദപീഠത്തിലാണ് ഇന്ന് രാത്രിയിൽ നാം കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഒന്നിനും കുറവില്ലാതെ നമ്മെ നടത്തിയ കർത്താവിൻ്റെ സ്നേഹത്തെ ഇന്ന് രാത്രിയിൽ നമുക്കൊന്ന് വർണ്ണിക്കുവാൻ കഴിയുമോ? അപ്പാ, ഞങ്ങളുടെ ജീവിതത്തിനും നന്ദി പറയുന്നു. ഞങ്ങളെ തിരഞ്ഞെടുത്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ കണ്ടതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് രാത്രിയിൽ നമുക്ക് നന്ദി പറയുവാൻ കഴിയാതെ ഇരിക്കുന്ന അവസ്ഥയാണെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്ക്. അനേകർ ഈ ലോകത്തിൽ നിന്ന് മൺമറഞ്ഞു പോയപ്പോഴും നമ്മയും നമുക്കുള്ളതിനെയും കൺമണി പോലെ കാത്തു പരിപാലിച്ച കർത്താവിൻ്റെ വിശ്വസ്തതയെ ഇന്ന് രാത്രിയിൽ നമുക്കൊന്ന് ഓർക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥയിൽ എത്രയോ രാത്രികളിൽ നാം കരഞ്ഞ് എങ്ങനെയൊന്ന് നേരം വെളുപ്പിക്കുമെന്ന് ചിന്തിച്ച അവസ്ഥയില്ലേ? ഹല്ലേലൂയ. അതിൻ്റെ മധ്യത്തിലും നമ്മളെ ജയത്തോടെ നടത്തിയ കർത്താവിൻ്റെ സ്നേഹത്തെ ഇന്ന് രാത്രിയിൽ ഒന്ന് ഓർക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിൻ്റെ സ്നേഹത്തെ. ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേ. ഒന്നിനും കുറവില്ലാതെ, ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്തു. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. ആരാധന, 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 ആരാധന. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുന്നിൽ. ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. വേണ്ടെന്നു കാതിൽ പറഞ്ഞവനെന്നും വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. വേണ്ടെന്നു കാതിൽ പറഞ്ഞവനെന്നും വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. ആരാധന, അതരം തുറന്ന് ആരാധന, ആരാധന,
കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞു പോയി. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞു പോയി. ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ താങ്ങും തലോടലുമായി നാഥൻ ചാരയുണ്ട്. ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ താങ്ങും തലോടലുമായി നാഥൻ ചാരയുണ്ട്. ആരാധന 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 ആരാധന. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ബലഹീനനെന്നു ഞാൻ കരുതിയ അന്നാളിലവനെന്നോടു ചൊല്ലി. ബലഹീനനെന്നു കരുതിയ അന്നാളിലവനെന്നോടു ചൊല്ലി. ശക്തനാക്കുന്നവൻ ബലം പകരുന്ന നിന്നോടു കൂടെയുണ്ട്. ശക്തനാക്കുന്നവൻ ബലം പകരുന്ന നിന്നോടു കൂടെയുണ്ട്. കർത്താവിൽ സന്തോഷം അവനൻ ബലം. പാരിതിൽ പാർക്കുന്നവനൻ ബലം. അവനെൻ്റെ സങ്കേതം വിശ്രമം നാട്ടോറും അവനെൻ്റെ സർവ്വവുമേ. അവനെൻ്റെ സങ്കേതം വിശ്രമം നാട്ടോറും അവനെൻ്റെ സർവ്വവുമേ. പല നാൾ കരുതി ഞാൻ വേഗനെന്ന് അന്നാളിലവനെന്നോടു ചൊല്ലി. പല നാൾ കരുതി ഞാൻ വേഗനെന്ന് അന്നാളിലവനെന്നോടു ചൊല്ലി. ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നു നിന്നോടു കൂടെയുണ്ട്. ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നു നിന്നോടു കൂടെയുണ്ട്. സ്നേഹിതരില്ലെന്നു കരുതിയ അന്നാളിലവനെന്നോടു ചൊല്ലി. സ്നേഹിതരില്ലെന്നു കരുതിയ അന്നാളിലവനെന്നോടു ചൊല്ലി. നിത്യമാം സ്നേഹത്താൽ നിന്നെ സ്നേഹിക്കുന്നു നിന്നോടു കൂടെയുണ്ട്. നിത്യമാം സ്നേഹത്താൽ നിന്നെ മറക്കുന്നു നിന്നോടു കൂടെയുണ്ട്. അസാധ്യമെന്നു ഞാൻ കരുതിയ അന്നാളിലവനെന്നോടു ചൊല്ലി. അസാധ്യമെന്നു കരുതിയ അന്നാളിലവനെന്നോടു ചൊല്ലി. മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോടു കൂടെ
അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോടു കൂടെയുണ്ട്. നിന്നീതനെന്നു കരുതിയ അന്നാളിലവനോടു ചൊല്ലി. നിന്നീതനെന്നു കരുതിയ അന്നാളിലവനോടു ചൊല്ലി. ക്ഷീണിച്ചു പോകേണ്ട, നിന്നെ മാനിക്കുന്നോ നിന്നോടു കൂടെയുണ്ട്. ക്ഷീണിച്ചു പോകേണ്ട, നിന്നെ മാനിക്കുന്നോ നിന്നോടു കൂടെയുണ്ട്. ക്ഷീണിച്ചു പോകേണ്ട, നിന്നെ മാനിക്കുന്നു നിന്നോടു കൂടെയുണ്ട്. ക്ഷീണിച്ചു പോകേണ്ട, നിന്നെ മാനിക്കുന്നു നിന്നോടു കൂടെയുണ്ട്. ഇന്ന് രാത്രിയിൽ കർത്താവ് പറഞ്ഞ ഒരു വാഗ്ദത്തമാണ്. ക്ഷീണിച്ചു പോകേണ്ട, അധൈര്യപ്പെടേണ്ട. നമ്മെ മാനിക്കുന്ന, നമ്മെ കരുതുന്ന, നമ്മെ പോറ്റി പുലർത്തുന്ന ആ കർത്താവ് നമുക്കുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ നമുക്ക് ധൈര്യത്തോടെ പറയുവാൻ കഴിയണം, ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവ് ഞങ്ങളുടെ മധ്യത്തിൽ ഉലാവുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ അറിയുന്ന ഒരു നല്ല കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്ന കർത്താവെങ്കിൽ ഇന്ന് രാത്രിയിൽ സകല ആരാധനയ്ക്കും പുകഴ്ചയ്ക്കും യോഗ്യനായ കർത്താവിനെ നമുക്ക് ചേർന്ന് പാടി നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ആരാധിപ്പാൻ യോഗ്യൻ, സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ, സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ, ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ ആത്മമണാളനെ ആരാധിച്ചിടാം. ആത്മമണാളനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ, സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ, സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ദാനം ബലം ജ്ഞാനം ശക്തി ബഹുമാനം സ്വീകരിപ്പാൻ യോഗ്യനായോനേ. ദാനം ബലം ജ്ഞാനം ശക്തി ബഹുമാനം സ്വീകരിപ്പാൻ യോഗ്യനായോനേ. മഹത്വം പുകഴ്ചയും സർവം സമർപ്പിച്ചെന്നും, മഹത്വം പുകഴ്ചയും സർവം സമർപ്പിച്ചെന്നും സത്യത്തിൽ നാം ആരാധിച്ചിടാം. സത്യത്തിൽ നാം ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ, സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ, സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. കുരുടരും മൂകരും മുടന്തരും കർത്താവിനെ ആരാധിക്കുമ്പോൾ, കുരുടരും ചെകിടരും മൂകരും മുടന്തരും കർത്താവിനെ ആരാധിക്കുമ്പോൾ, ജീവൻ ലഭിച്ചവൻ നാം ജീവനുള്ളവരെപ്പോ, ജീവൻ ലഭിച്ചവൻ നാം ജീവനുള്ളവരെപ്പോ ജീവനിലെന്നും ആരാധിച്ചിടാം. ജീവനിലെന്നും ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ, സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ, സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം വല്ലഭനാമൻ രക്ഷകനേശുവിന്. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം വല്ലഭനാമൻ രക്ഷകനേശുവിന്. എല്ലാ നാവും പാടും മുഴങ്കാൽ മടങ്ങിടും, എല്ലാ നാവും പാടും മുഴങ്കാൽ മടങ്ങിടും യേശുരാജനെ ആരാധിച്ചിടാം. യേശുരാജനെ ആരാധിച്ചിടാം.
ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിക്കാം നമുക്ക് ആരാധിക്കാം, നാഥൻ നന്മകൾ ധ്യാനിച്ചിടാം. കരങ്ങൾ ഉയർത്തി നന്ദി ചൊല്ലാം, അതരം തുറന്ന് പാടി വാഴ്ത്താം. ആരാധിക്കാം നമുക്ക് ആരാധിക്കാം, നാഥൻ നന്മകൾ ധ്യാനിച്ചിടാം. കരങ്ങൾ ഉയർത്തി നന്ദി ചൊല്ലാം, അതരം തുറന്ന് പാടി വാഴ്ത്താം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിൻ രക്തമിന്നൻ പാപം മോചിച്ചല്ലോ, യേശുവിൻ രക്തമിന്നൻ രോഗം നീക്കിയല്ലോ, യേശുവിൻ രക്തമിന്നൻ പാപം മോചിച്ചല്ലോ, യേശുവിൻ രക്തമിന്നൻ രോഗം നീക്കിയല്ലോ. അവൻ കരതരത്തിൽ എന്നെ വഹിക്കുന്നതാ, അവൻ കരതരത്തിൽ എന്നെ വഹിക്കുന്നതാ, എനിക്കാകുലം ലേശമില്ല. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. We praise the Lord. Thank you, Jesus. Glory, hallelujah, 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 hallelujah. സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെ മോചിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ വഹിക്കുന്ന, ഞങ്ങളെ പുലർത്തുന്ന അങ്ങയുടെ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ ഈ 6ാമത്തെ ദിനരാത്രിക്കാലം അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വന്ന് അങ്ങയുടെ സ്നേഹത്തെ പ്രകീർത്തിക്കുക, അങ്ങയുടെ കരുണയെ, അങ്ങയുടെ വിശ്വസ്തതയെ ഓർക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച ഭാഗ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ദേവദാസനെ, ദൈവസഭയെ, ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ നിന്റെ മക്കളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. തുടർന്ന് ഞങ്ങളുടെ മാറ്റമില്ലാത്ത വചനം പ്രഘോഷിക്കുന്ന ദേവദാസനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് അങ്ങയുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. അത് ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ, ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന് ബലമായി തീരുവാൻ, ധൈര്യമായി തീരുവാൻ കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കും. ഞങ്ങൾ ഒരുമിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ പൊതിയണം, ജയത്തോടെ നടത്തണം. പ്രാർത്ഥന സ്വർഗ്ഗം കേട്ടതിന് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ജോബിൻ. ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ 2-3 ദിവസമായി നമ്മുടെ മധ്യേ സ്തോത്രം നല്ല ഗാനങ്ങൾ പാടി ദൈവത്തെ ആരാധിപ്പാൻ സ്തോത്രം ശുശ്രൂഷ പങ്കിയത് എവിടെയാക്കിയല്ലോ ദേവദാസ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 6ാം ദിനം സ്തോത്രം ഈ അവസാന രാത്രിയിൽ ഈ മീറ്റിൽ കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്തദാസന്മാരെയും ഹല്ലേലൂയ സഹോദര സഹോദരന്മാരെയും കർത്താവായ യേശു ക്രിസ്തുനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. അതേ സ്തോത്രം, ക്രിസ്തുവിൽ നാം ജയാളികളാണ്. ഹല്ലേലൂയ. എത്ര പറയാൻ കഴിയും? ക്രിസ്തുവിൽ ഞാൻ ജയാളിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
അതാ നമ്മുടെ ധൈര്യം. ഹല്ലേലൂയ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം, നമ്മെ വീണ്ടെടുത്ത മുഖാന്തരം ഇതൊക്കെയും ഞാൻ പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഈ രാത്രി അഭിമാനത്തോടെ പറയാം, ക്രിസ്തുവിൽ ഞാൻ ജയാളിയാണ്. ഹല്ലേലൂയ. ഞാൻ സ്വന്തം ദൈവത്തിൽ, അവന്റെ വചനത്തിൽ, അവന്റെ വാഗ്ദത്തങ്ങൾ വിശ്വസിക്കുന്നു. അതാണ് ധൈര്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ജയാളികളായതുകൊണ്ടാ ജയിച്ചവർ പാടേണ്ടത്, ജയിച്ചവരാ ശബ്ദമുയർത്തേണ്ടത്. പരാജയപ്പെട്ടവർ എപ്പോഴും തല താഴ്ത്തി മൗനമായിരിക്കുന്നു. പക്ഷേ നാം ക്രിസ്തുവിൽ ജയാളികളാ. ഹല്ലേലൂയ. ജയിച്ചവരാണ് ശബ്ദമുയർത്തേണ്ടത്. ക്രിസ്തുവിൽ ഞാൻ ജയാളിയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമേ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി വന്ന എല്ലാ കർത്തദാസന്മാരെയും ഹല്ലേലൂയ, മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഞാൻ മീറ്റിംഗിൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 5 ദിവസമായി ദൈവത്തിന്റെ ശബ്ദം ശക്തമായി ആ നിലയിൽ നമ്മോട് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നല്ലോ. വ്യക്തിപരമായി ദൈവസഭയോട്, കുടുംബങ്ങളോട്, കുഞ്ഞുങ്ങളൊക്കെ ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതെ, ചെറിയവരെയും വലിയവരെയും ഒരുപോലെ അനുഗ്രഹിക്കാം എന്ന് പറഞ്ഞ ദൈവം. ഹല്ലേലൂയ. എനിക്കറിയാം, ഞാൻ ആത്മാവ് പറയുന്നു, ദൈവം എല്ലാവരോടും സംസാരിച്ചു, എല്ലാ പ്രിയയോടും സംസാരിച്ചു. ഹല്ലേലൂയ. സകലയും ദൈവം തൃപ്തനാക്കിക്കൊണ്ടിരിക്കുക. തന്റെ അടുക്കൽ വന്ന ഒരാളെ പോലും കർത്താവ് വെറുതെ വിട്ടിട്ടില്ല. ഹല്ലേലൂയ. ദൈവം ചെയ്യേണ്ടതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. വചനം പറയുന്നു, നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ രക്ഷാകരമായ വലം കൈ നീട്ടി അവർക്ക് ഉത്തരമല്ലുമാറാകണമേ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ദൈവം നമ്മോട് സംസാരിക്കും. പരിശുദ്ധാത്മാവ് നമ്മെ സ്പർശിക്കും. ഹല്ലേലൂയ. ഞാൻ ആത്മാർത്ഥ വിശ്വസിക്കുന്നുണ്ട്. അത് എനിക്ക് ധൈര്യമുണ്ട് കാര്യത്തിൽ. ഹല്ലേലൂയ. കാരണം നാം സേവിക്കുന്ന ബലഹീനനല്ല. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ 6-ാം രാത്രിയിൽ ദൈവമനശുശ്രൂഷയ്ക്കായി നാം ക്ഷണിക്കുന്ന ദാസൻ പ്രിയ ജെറിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. നമുക്കറിയാം, ഇവിടെ പരിചയപ്പെടുത്തുന്ന ആളല്ല, വേണ്ട ആവശ്യമില്ല. ഒരിക്കലും ഒരു ഹല്ലേലൂയ ഒരു പരിചയം ആവശ്യമില്ല. എങ്കിൽ തന്നെയും കാരണം നാം പല പ്രാവശ്യം നമ്മുടെ മീറ്റിംഗ് വിളിച്ച് വളരെ സുസ്ഥിരമായ നിലയിൽ കർത്താവിന്റെ വചനം മതിവരാതോളം വണ്ണം നമ്മോട് സംസാരിച്ചു ദൈവപ്രത്തനാണ്. ഹല്ലേലൂയ. സ്തോത്രം. കേട്ടാലും മതിവരാത്ത രീതിയിൽ പരിശുദ്ധാത്മാവത്തിന്റെ അഭിഷേകത്തിൽ കൂടി നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ഹല്ലേലൂയ. അതേ സ്തോത്രം. ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്റർനാഷണൽ അസംബ്ലി ഓഫ് ചർച്ചസിന്റെ യൂറോപ്പ് അയർലൻഡിലുള്ള ആ ദൈവസഭയുടെ ഒരു അംഗീകൃത ശുശ്രൂഷകനാണ്. താൻ ഇപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം, അഭിമാനമുണ്ട്. അക്കാര്യത്തിൽ കർത്താവ് വേരിൽ അങ്ങനെ ശക്തരാകുന്നല്ലോ. ദേവദാസ ധാരാളമായി അനുഗ്രഹിക്കുമാറാ. അനേക കുഞ്ഞുങ്ങൾക്ക്, അനേക കുടുംബങ്ങൾക്ക്, അനേക വ്യക്തികൾക്ക് താൻ ഒരു അനുഗ്രഹമാണ്. അനേകർക്ക് അനുഗ്രഹം. എനിക്കറിയാം. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രി നമ്മുടെ ആയിരിക്കുന്ന വലിയ അനുഗ്രഹക്കാരന്മാർ തീരുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ആ കർത്തൃത്വത്തിനെ ഞാൻ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 90 നിമിഷങ്ങൾ ദൈവമനുസരിക്കായി സമയം വേർതിരിക്കുന്നു. പ്രാർത്ഥനയോടെ വിസാരിക്കാം. കഴിയുമെങ്കിൽ എല്ലാ പ്രിയപ്പെട്ട വീഡിയോ ഓൺ ചെയ്ത് പ്രാർത്ഥനയോടെ ആയിരിക്കണമെന്ന് ഞാൻ ദയവായി ഓർപ്പിക്കുന്നു. കർത്താവിനെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ശബ്ദം ഓഡിബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ. ആമേൻ. ദൈവത്തിന്റെ ധന്യ തിരുനാമം ഈ നല്ല സന്ധ്യാസമയം ഒരിക്കൽ കൂടെ നിങ്ങളുടെ മധ്യത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നിങ്ങളുടെ മധ്യത്തിൽ ഇങ്ങനെ ശുശ്രൂഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന നല്ല ഭാഗ്യ പദവികൾക്കായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുന്നു. പ്രത്യേകിച്ച് എന്നെ ഈ ശുശ്രൂഷയിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ദൈവദാസനോടും കുടുംബത്തോടും അപ്പോൾ തന്നെ കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളോടും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ ഈ തരുണത്തിൽ അറിയിക്കുന്നു. ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഓരോ ദിവസം കൂട്ടിത്തരുന്നതിന്റെ പുറകിൽ ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്, ദൈവത്തിന് വലിയ പ്ലാനുകളുണ്ട്. ഞാന് ഈ മീഡിയയെ കൂടെ പ്രസംഗിക്കുന്നതിൽ ഞാൻ ഏറ്റവും ആദ്യം പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ വീഡിയോസ് ഒക്കെ ഒന്ന് ഓണാക്കി നിങ്ങളെ തന്നെ ഒന്ന് വെളിപ്പെടുത്തി നിങ്ങളായിരിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ സൗന്ദര്യത്തിൽ, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന മുഖത്ത് തന്നിരിക്കുന്ന ആ തേജസ്സിൽ നിങ്ങൾക്ക് നല്ല ഉറപ്പും നല്ല വിശ്വാസവും നല്ല സന്തോഷവും അതിനകത്തുണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ ഓൺ ആക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു മടി ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. പിന്നെ ഒത്തിരി ഫോഴ്സ് ചെയ്ത് ഞാൻ ഓൺ ആക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. വളരെ ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ദൈവം നിങ്ങളെയും എന്നെ ഒരുമിച്ച് ബലപ്പെടുത്തട്ടെ. ദൈവദാസൻ പറഞ്ഞത് വെച്ച് കഴിഞ്ഞ 5 ദിവസവും നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കേണ്ട എല്ലാ ദൂതുകളും ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ദൈവാത്മ നിങ്ങൾ ഓരോരുത്തരോട് ഇടപെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഒരു വേർഡ് എടുത്ത് പ്രീച്ച് ചെയ്ത് അങ്ങനൊരു നിയോഗമല്ല ഇന്ന് പകൽക്കാലം രാത്രികാലം എന്റെ മേൽ കിടക്കുന്നത്. ഞാൻ വളരെ പ്രാർത്ഥനയോടെ ഇന്നലെയും ഇന്നും ഒക്കെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഇന്നലെ രാത്രി എന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ എഴുതി കാണിച്ച ഒരു ദൈവശബ്ദമുണ്ട്. ആ ദൈവശബ്ദത്തെ നിങ്ങളുടെ മധ്യത്തിൽ ഒന്ന് കൊണ്ടുവന്ന്
നിങ്ങളുടെ മധ്യത്തിൽ അതിനെ ഒന്ന് വെളിപ്പെടുത്തി അതിനെ ഒന്ന് നിങ്ങളുടെ ലൈഫിൽ അതിനെ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം നിങ്ങളെ ശക്തമായി ഈ ഒരു കാലഘട്ടത്തിൽ എഴുന്നേൽപ്പിക്കുമെന്ന് ഞാൻ അതിൽ ഒത്തിരി അധികമായി വിശ്വസിക്കുന്നുണ്ട്. ബിക്കോസ് ഞാൻ ഇന്ന് പകൽ അതിനെ ഒന്ന് തിരിക്കാനൊക്കെ വളരെ ശ്രമിച്ചു. അത് മാറ്റി വേർഡ് മാത്രം എടുത്തൊന്ന് നിൽക്കാനൊക്കെ വളരെ പ്രാർത്ഥനയോടെ ദൈവത്തോട് പലവട്ടം ചോദിച്ചപ്പോഴും വീണ്ടും വീണ്ടും എനിക്ക് ദൈവം തരുന്ന ഒരു വാക്കാണ് ടു റെയിൻ. ടു റെയിൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ടു ഹാവ് എ ഡൊമീനിയൻ. ടു റെയിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വാഴുക. ടു റെയിൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ടു റെയിൻ, വാഴുക. ഈ വാഴുക എന്ന് പറഞ്ഞ വാക്ക് ഞാൻ തുടക്കത്തിൽ ജസ്റ്റ് ഒന്ന് തൊട്ടു പോകുന്നതേ ഉള്ളൂ. പിന്നത്തേതിൽ ആത്മാവ് അതിനെ എങ്ങനെ നിയോഗിക്കുന്നോ അത് പ്രകാരം ഞാൻ ആ വാക്കിലേക്ക് വീണ്ടും കയറി വരാൻ ആഗ്രഹിക്കുകയാണ്. വാഴുക എന്ന് പറഞ്ഞ വാക്ക് ഉൽപ്പത്തി തൊട്ട് നമ്മൾ വായിച്ചു വന്നാൽ ഉൽപ്പത്തി തൊട്ട് കിടക്കുന്ന ഒരു ഭയങ്കര വലിയ മർമ്മമാണ് വാഴുക എന്ന് പറഞ്ഞാൽ. ഇത് ദൈവം ഉണ്ടാക്കിയ ആദ്യ മനുഷ്യന്റെ മുകളിൽ കൈമാറിയ ഒരു ബ്ലെസ്സിങ് ആണ്, ഒരു അനുഗ്രഹമാണ്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യനല്ല അത് കൈമാറിയത്, ദൈവമാണ് അത് കൈമാറിയത്. ദൈവം കൈമാറിയിട്ടുണ്ടെങ്കിൽ, ദൈവം കൽപ്പിച്ചാക്കിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ വാക്ക് ഒരിക്കലും മാറുന്നില്ല, ദൈവത്തിന്റെ അനുഗ്രഹം ഒരിക്കലും മാറുന്നില്ല. ഇതൊരു പ്രവചനമല്ല, ഇത് ദൈവം മനുഷ്യന്റെ മുകളിൽ തുറന്നിട്ട ഒരു അനുഗ്രഹമാണ്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ വളരെ സ്ലോ ആയിട്ടേ പോകുന്നുള്ളൂ. ബിക്കോസ് ഈ ഒരു വാക്ക് എന്റെ അകത്ത് കിടക്കുന്നുണ്ട്. ഈ വാക്കിന്റെ അർത്ഥം നിങ്ങളുടെ അകത്ത് വെളിപ്പെട്ടാൽ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് തന്നെ ഇന്ന് രാത്രി തിരിച്ചറിയാൻ പറ്റും. ഈ പലരുടെയും വാക്കുകളെ തെറിപ്പിച്ചു കളയുന്ന, മാറ്റിക്കളയുന്ന ഒരു അസാധാരണ ശക്തി നിറഞ്ഞു കിടക്കുന്ന ഒരു വാക്കാണ് വാഴുക. ഹല്ലേലൂയ. ഇന്ന് രാവിലെ തൊട്ട് ഈ ഒരു വാക്ക് എന്റെ അകത്ത് ഭയങ്കരമായി എന്നെ തന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ മലയാളം നിങ്ങൾക്കെല്ലാം അറിയാം. ഞാൻ നോർത്ത് ഇന്ത്യയിൽ ജനിച്ചു വളർന്നതായതുകൊണ്ട് എന്റെ മലയാളം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയെന്നിരിക്കും. നിങ്ങൾ മലയാളത്തെ കോൺസെൻട്രേറ്റ് ചെയ്യാതെ വേർഡിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവശബ്ദത്തിലേക്ക് കയറാം. ഇന്ന് പകൽക്കാലം ദൈവശബ്ദത്തിലേക്ക് കയറുമ്പോൾ നമുക്കതിന് ആധാരമായിട്ട് മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായം അതിന്റെ 35 വാക്യം വായിച്ച് എന്നെ ഒന്ന് സഹായിക്കണം. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല. ആമേൻ. താങ്ക് യു. ഒരു വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വചനമാണ്. കർത്താവ് ശിഷ്യന്മാരോട് അന്ത്യകാലത്ത് എന്തൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് വിവരിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ്. 35 എഴുതി വെച്ചിരിക്കുന്നത്, ആകാശവും ഭൂമിയും അവ മാറിപ്പോകും, പക്ഷേ എന്റെ വചനങ്ങളോ അവ ഒരിക്കലും മാറിപ്പോകുകയില്ല. അതിന്റെ 1 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അന്ത്യകാലത്ത് വരാൻ പോകുന്ന പല കൂട്ടം കാര്യങ്ങളെ കുറിച്ച് കർത്താവ് ശിഷ്യന്മാരോട് സംസാരിക്കുകയും കർത്താവ് ശിഷ്യന്മാരോട് ആ കാര്യങ്ങളെ വിസ്തരിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അവിടെ എല്ലാം കഴിഞ്ഞിട്ട് 35 വാക്യത്തിൽ വന്നിട്ട് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത് ഒരു കാര്യമുണ്ട്, ആകാശവും ഭൂമിയും അവ മാറിപ്പോകും, പക്ഷെ എന്റെ വായിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന ഒരു വചനം പോലും, ഒരു വാക്കുപോലും അതിന്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരികയില്ല. അതൊരു ഉറപ്പാണ്. ആ ലാസ്റ്റ് സെന്റൻസ് നമ്മൾ വായിക്കുമ്പോൾ, ബട്ട് മൈ വേർഡ്സ് വിൽ ബൈ നോ മീൻസ് ബി ചേഞ്ച്ഡ് ഓർ ക്യാൻ ബി ചേഞ്ച്ഡ് എന്നുള്ളൊരു ഉറപ്പാണ് ആ വചനത്തിനകത്തൂടെ നമുക്ക് തരുന്നത്. ഇന്ന് ഈ ശുശ്രൂഷയിൽ കയറുന്നതിന് മുന്നേ ദൈവത്തോട് ഞാൻ ചോദിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു വാക്കാണ്, ഈ 5 ദിവസക്കാലം നിങ്ങളുടെ മധ്യത്തിൽ അരുളി ചെയ്ത ഒരു വചനം പോലും അത് മാനുഷികമായിട്ടുള്ള എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് മാറിപ്പോകും, പക്ഷേ ദൈവശബ്ദമായി
അരുളി ചെയ്ത എന്തെങ്കിലും ഈ 5 ദിവസം നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ തുടക്ക നിമിഷത്തിൽ ആത്മാവിൽ നിന്നുകൊണ്ട് ഞാൻ പ്രവചിച്ച് കൈമാറാം. ആ വാക്കുകൾക്ക്, അതിന്റെ വള്ളിക്കോ പുള്ളിക്കോ ദൈവാത്മാവ് മാറ്റം വരുത്തുകയില്ല എന്നുള്ള ഒരു ഉറപ്പ് ഈ തുടക്ക നിമിഷത്തിൽ ആത്മാവിൽ ഞാൻ കൈമാറി ഈ ശുശ്രൂഷ തുടങ്ങാൻ ആഗ്രഹിക്കുക. ഞാൻ നിങ്ങളോട് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യുക. ഒരു വചനം കേട്ട് ചുമ്മാതിരിക്കുന്ന ഒരു ലാഘവത്തോടു കൂടി ഇരിക്കരുത്. അവസാനത്തെ 6ാമത്തെ ദിവസമാണ്. നിങ്ങൾ ആത്മാവിൽ ചിലത് പ്രാപിക്കാൻ വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കണം. ചിലതൊക്കെ ദൈവസന്നിധിയിൽ അസാധാരണമായി ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് പകരുമ്പോൾ ചിലതിനെ പ്രാപിച്ചെടുക്കാൻ ഇന്ന് പകൽക്കാലം നിന്റെ ഹൃദയം തയ്യാറാണെങ്കിൽ, നിന്റെ മനസ്സ് തയ്യാറാണെങ്കിൽ, നീ ഒന്ന് ചലിക്കാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് ഈ തുടക്ക നിമിഷം ഞാൻ ആത്മാവിൽ പ്രവചിച്ച് തുടങ്ങുകയാണ്. ഇന്ന് പകൽ നിന്റെ അവസ്ഥകളെ മാറ്റുന്ന, നിന്റെ ജീവിതത്തിന്റെ ചരിത്രത്തെ തിരിക്കുന്ന, നിന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളെ മാറ്റി എഴുതുവാൻ ശക്തിയുള്ള ഒരു ദൈവത്തിന്റെ വചനമാണ് ഇന്ന് രാത്രികാലം ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ എനിക്കൊന്ന് മനസ്സിലായി. ഈ ആകാശവും ഭൂമിയും, അതിനകത്ത് ആകാശവും ഭൂമി എന്ന് പറഞ്ഞ സംഭവങ്ങൾ വ്യക്തമായി അവിടെ എഴുതുന്നതിന്റെ പുറകെ ഒരു റീസൺ ഉണ്ട്. നമ്മൾ മനുഷ്യരുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആകാശവും ഭൂമിയും. ഈ 2 കാര്യങ്ങളും ഒരിക്കലും മാറത്തില്ല എന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ട്. ആ ഉറപ്പിനകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, എന്ത് സംഭവിച്ചാലും ആകാശം ഒരിക്കലും മാറത്തില്ല, ഭൂമി ഒന്നും മാറത്തില്ല എന്നുള്ള ഒരു വാക്ക് കൊണ്ടിട്ടിട്ട് ദൈവം നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഈ ഉറച്ചു നിൽക്കുന്ന വാക്കുണ്ടല്ലോ, ആകാശവും ഭൂമിയും, ഇത് മാറിപ്പോയാലും, അപ്പോൾ മാറാൻ സാധ്യതയുണ്ട്, മാറ്റുവാൻ സാധ്യതയുണ്ട്, മാറിപ്പോകാൻ അവസരങ്ങളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം ഉള്ളപ്പോഴും ദൈവം പറയുക, ഇതെല്ലാം മാറിപ്പോയാലും ഞാൻ അരുളി ചെയ്യുന്ന ശബ്ദങ്ങൾ, ഞാൻ നിങ്ങൾക്ക് കൈമാറിയിരിക്കുന്ന ദൈവ ശബ്ദങ്ങൾ, അതിനൊന്നിനും ഒരു നാളും വാക്ക് മാറുകയില്ല. ഒരു ഭയങ്കര ഉറപ്പാ. അത് ചുമ്മാ പറയാൻ വളരെ ഈസിയാ. ബിക്കോസ് ആകാശവും ഭൂമിയും, ഉൽപ്പത്തിയിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒന്നാണ്, ആകാശവും ഭൂമിയും ദൈവം നിർമ്മിതമായിട്ടുള്ളത് ഒന്നാണ്, ദൈവം സൃഷ്ടിച്ച ഒന്നാണ് ആകാശവും ഭൂമിയും. അതിലേക്കൊന്ന് കടന്നു വരണം. ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ നിങ്ങൾ വായിച്ചു വരുമ്പോൾ അതിനകത്ത് നമുക്ക് ഈ വാക്യം നമുക്ക് കാണാൻ പറ്റും. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെയും സൃഷ്ടിച്ചു. ഈ ആകാശവും ഭൂമിയെയും ദൈവം സൃഷ്ടിച്ചിട്ട് ദൈവം അത് നല്ലതെന്ന് കണ്ടു. പക്ഷെ ദൈവം അതിനോടൊരു വാഗ്ദത്തം കൊടുത്തൊന്നുമില്ല. നിങ്ങൾ അടുത്ത വാക്യങ്ങളെല്ലാം വായിച്ചു വരുമ്പോൾ അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ മത്സ്യങ്ങളെയും ഫിഷ്, ബേർഡ്സ്, ഇതിനെയൊക്കെ സൃഷ്ടിച്ചതിന് ശേഷം അവരോട് പറയുന്ന 2 വാക്കുണ്ട്, ബി ഫ്രൂട്ട്ഫുൾ, മൾട്ടിപ്ലൈ ആൻഡ് ഫിൽ. ഈ 3 വാക്കാണ്, ഈ 3 ബ്ലെസ്സിങ്സ് ആണ് ഇവരുടെ മേൽ കൈമാറുന്നത്. പക്ഷികളുടെ മേലും ഇഴജന്തുക്കളുടെ മേലും ഇവരുടെ മുകളിൽ ദൈവം കൈമാറുന്ന 3 ബ്ലെസ്സിങ്സ് ആണ്. 1, നിങ്ങൾ ഫലമുള്ളവരായിരിക്കണം. 2, നിങ്ങൾ പെരുകണം. 3, നിങ്ങൾ നിറയണം. ഈ 3 കാര്യങ്ങൾ ദൈവം ആത്മാവിൽ കൈമാറുന്ന ഒരു ദൂതാണ്, ഒരു ബ്ലെസ്സിങ് ആണ്. പക്ഷേ മനുഷ്യരിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം ആ ദൂതനെ മാറ്റി. 28-ാമത്തെ വാക്യം 27-ഉം 28-ഉം വായിക്കുമ്പോൾ അവിടെ എഴുതിയേക്കുന്നത്, നാം 26 തൊട്ട് വായിച്ചു തുടങ്ങുമ്പോൾ, നാം ഒരുമിച്ച് ചേർന്ന്, അപ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒരുമിച്ച് ചേർന്ന് നമുക്ക് നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാം എന്നുള്ള വാക്ക് പറഞ്ഞിട്ട് പറയുക. അതിനെ സൃഷ്ടിച്ച് കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞൊരു വാക്കാണ്, അതിനെ ഫലപുഷ്ടിയുള്ളതാക്കി മാറ്റി, മൾട്ടിപ്ലൈ ചെയ്യാനുള്ള അനുഗ്രഹം കൊടുത്തു, ഫിൽ ആകാനുള്ള അനുഗ്രഹം കൊടുത്തു, സബ്ഡ്യൂ ചെയ്യാനുള്ള അനുഗ്രഹം കൊടുത്തു. അവസാനം കൊടുത്ത ഒരു അസാധാരണ അധികാരമാണ് വാഴുവാനുള്ള അധികാരം, ഡൊമീനിയൻ ചെലുത്തുവാനുള്ള അധികാരം. ഈ വാഴുക എന്നുള്ള വാക്ക് അതുവരെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിന്റെ മുകളിൽ കിടന്ന ഒന്നിനെ അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് കൊണ്ടുവന്ന മനുഷ്യന്റെ മുകളിലേക്ക് ദൈവം പറയുക, എന്റെ സ്വരൂപത്തിൽ ഞാൻ ജനിപ്പിച്ച, ഞാൻ പുറത്തു കൊണ്ടുവന്ന എന്റെ മകന്റെ മുകളിലേക്ക് ഞാൻ ഒരു സ്വർഗീയ അനുഗ്രഹത്തെ കൈമാറുകയാ. ആ അനുഗ്രഹമാണ് വാഴുക എന്നുള്ള അനുഗ്രഹം. ചുമ്മാതല്ല ഇതിനൊത്തിരി പ്രാധാന്യത കിടക്കുന്നത്.
ഈ പ്രാധാന്യത കിടക്കുന്നതിന്റെ ഒറ്റ മറുപടി ഇതാണ്: ഇത് സ്വർഗീയമായതാണ്. ഇത് ഭൂമിയിലുള്ള ഒരുവനല്ല, ഇത് സ്വർഗത്തിലുള്ള ഒരുവനാണ്. അവന്റെ മുകളിൽ കിടന്ന അധികാരത്തെ, വാഴുവാനുള്ള ശക്തിയെ, വാഴുവാനുള്ള അധികാരത്തെ അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യന്റെ മുകളിലേക്ക് ആ സ്നേഹത്തിൽ പിതാവ് കൈമാറുകയാണ്. ഈ വചനം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ 2 വാക്ക് ഉൽപ്പത്തിക്കകത്ത് കിടപ്പുണ്ട്: സാദൃശ്യവും സ്വരൂപവും, ഇമേജ് ആൻഡ് ലൈക്ക്നെസ്. ഈ 2 വാക്കുകൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ 2 വാക്കുകൾക്ക് 4 എബ്രായ അർത്ഥങ്ങളുണ്ട്, 4 എബ്രായ പദങ്ങളുണ്ട്. ഞാൻ ജസ്റ്റ് പദങ്ങൾ മാത്രം പറഞ്ഞു പോകും, അതിനകത്ത് നിൽക്കാനുള്ള സമയം എനിക്കില്ല. അതുകൊണ്ട് പദങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു പോകും. അതിന്റെ ഒന്നാമത്തെ എബ്രായ അർത്ഥമാണ് സെലേം എന്ന് പറഞ്ഞ വാക്ക്, അർത്ഥം ഷാഡോ. അടുത്ത വാക്കാണ് ദിമത്ത് എന്ന് പറഞ്ഞ വാക്ക്, അതിന്റെ അർത്ഥം ബ്ലഡ് എന്നാണ്. അടുത്ത വാക്ക് പെസൽ എന്ന് പറഞ്ഞ വാക്ക് ടു കാവ്, അല്ലെങ്കിൽ ഈ രൂപം ആകൃതിയായി വെട്ടി പാറയ്ക്കകത്തു നിന്ന് എടുക്കുന്നത് പോലെ ആകൃതമായി ടു കാവ് ചെയ്തെടുക്കാന്നാണ് അതിന്റെ അർത്ഥം. അടുത്ത വാക്കാണ് തെമൂന എന്ന് പറഞ്ഞ വാക്ക്. ഈ 4 എബ്രായ പദങ്ങളും വ്യത്യസ്ത സ്ഥലങ്ങളിൽ ബൈബിളിനകത്ത് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഈ 4 വാക്കുകൾക്കും വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. ഇനി ഒന്ന് നിന്ന് ചിന്തിക്കാം, എന്തുകൊണ്ട് മനുഷ്യനെ ദൈവം അവന്റെ ഇമേജും ലൈക്ക്നെസ്സിനകത്തും സ്വരൂപവും സാദൃശ്യത്തിനകത്ത് സൃഷ്ടിച്ചു എന്നുള്ള വാക്കിനെ ഒന്ന് നമുക്ക് ഞാൻ അതിനകത്ത് ഓരോ എബ്രായ പദത്തിന്റെ അർത്ഥം മാത്രം എടുക്കാം. ദിമത്ത് എന്ന് പറഞ്ഞ വാക്ക് അതിന്റെ റൂട്ട് വേർഡ് വരുന്ന ദം എന്ന് പറഞ്ഞൊരു വാക്കാണ്. ദം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ബ്ലഡ് എന്നാണ്. ബ്ലഡ് എന്ന് പറഞ്ഞ വാക്ക്. ഇനി ഈ ദം എന്ന് പറഞ്ഞ വാക്ക് ഉരുവായി വന്നിരിക്കുന്നത് ദമ എന്ന് പറഞ്ഞ വാക്കിനകത്തു നിന്നാണ്. ആ ദമ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ടു റിസംബിൾ, അവനെ പോലെയായിരിക്കുക, അവന്റെ സാദൃശ്യം പോലെയായിരിക്കുക, അവന്റെ സ്വരൂപമായിരിക്കുക എന്നുള്ള വാക്കാണ് അർത്ഥം കിടക്കുന്നത്. ഇതിനെ രണ്ടിനെയും കൂടെ കൂട്ടി യോജിപ്പിച്ച് പുറത്തു വന്ന വാക്കാണ് ദിമത്ത് എന്ന് പറഞ്ഞ വാക്ക്. ദിമത്ത് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ബ്ലഡിനകത്തുനിന്ന് പുറത്തു വന്ന അവന്റെ സ്വരൂപം, അവന്റെ റിസംബിളൻസ് ഉള്ളവൻ എന്നുള്ള വാക്കാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ അവന്റെ ഇമേജും ലൈക്ക്നെസ്സും എന്ന് പറഞ്ഞ വാക്ക് അവിടെ കൊടുത്തത് കുറച്ചുകൂടെ സിംപ്ലിഫൈ ആയിട്ട് മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ്. പക്ഷെ അതിന്റെ റൂട്ട് വേർഡ് കിടക്കുന്നത് അവന്റെ ചോരക്കകത്തുനിന്ന് പുറത്തു വന്ന അവനെ പോലെ ഇരിക്കുന്ന ഒരുവൻ. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് ഒരു മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഇതൊന്ന് ചിന്തിച്ചു പോകാം നമുക്ക്, എന്നിട്ട് ആ ദൂതിലേക്ക് കയറി വരാം. ഈ ബ്ലഡ് എന്ന് പറഞ്ഞ വാക്ക് ദൈവം മനുഷ്യനെ സ്വന്തം സ്വരൂപത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ച ഒരു സ്വപ്നമായിരുന്നത്. ദൈവം മനുഷ്യനെ കുറിച്ച് കണ്ടൊരു സ്വപ്നം, അവന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഒരുവൻ ഉണ്ടാകണം, അവനുമായിട്ടൊരു കമ്മ്യൂണിയൻ ഉണ്ടാകണം. ഇതെല്ലാം ദൈവം കണ്ടൊരു സ്വപ്നമാണ്. പക്ഷെ ഈ സ്വപ്നത്തെ തകർക്കുവാൻ ഒരു സൈഡിൽ പൈശാചിക മണ്ഡലം ആ സമയത്ത് ഉയരുന്നത് നമുക്ക് കാണാം. ഈ ബ്ലഡിനകത്തൂന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മുടെ എല്ലാ മലയാളികളുടെ ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ പറയും, ഇത് അപ്പനെ പോലെയാണോ അമ്മയെ പോലെയാണോ ഇരിക്കുന്നത്. എന്നിട്ട് ചില പിതാക്കന്മാരും മാതാക്കളും പറയുന്നത്, ഇത് എന്റെ ചോരയാ, എന്റെ രക്തമാ, എന്റെ രക്തത്തിൽ നിന്നുളവായ ഒന്നാ. അപ്പം നമ്മൾ അതുകൊണ്ടാണ് തലമുറകളെ അത്രത്തോളം സ്നേഹിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ തലമുറകളെ സ്നേഹിക്കുന്നത്? അവർ നമുക്ക് എന്തെങ്കിലും തന്നിട്ടാണോ? നമുക്കിനി ഒന്നും തന്നില്ലേലും അപ്പനും അമ്മയും അവരെ അധികമായി സ്നേഹിക്കും. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, എന്റെ ചോരക്കകത്തുനിന്ന് പുറത്തു വന്ന എന്റെ ചോരയായി നിൽക്കുന്ന ഒരുവൻ എന്റെ കൂടെ ഉള്ളപ്പോൾ അതിന് വില കൊടുത്തത് നമ്മളാ. ഇതുപോലെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ രക്തത്തിന്റെ അവകാശിയായി നമ്മൾ നിൽക്കണമെന്ന് ഒരു സ്വപ്നം ദൈവത്തിനുണ്ടായിരുന്നു. പക്ഷെ ഞാനത് പഴയ നിയമവും പുതിയ നിയമമായിട്ടൊന്ന് കണക്ട് ചെയ്ത് അതിനെ ഒന്ന് പറയാം. പക്ഷെ ഈ സ്വപ്നം, ഈ ബ്ലഡ് ആയി ഒരുവൻ പുറത്തു വന്ന് നിന്നപ്പോൾ ഈ സ്വപ്നത്തെ തകർത്ത ഒരു പൈശാചിക മണ്ഡലമുണ്ട്. ഈ സ്വപ്നം തകർന്ന് ആ സ്വരൂപത്തിൽ നിന്നും സാദൃശ്യത്തിൽ നിന്നും മനുഷ്യൻ വീണുപോയി.
പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ പുതിയ നിയമത്തിൽ ദൈവം സ്വന്തം സുപുത്രനെ നമുക്കായി യാഗമായി അർപ്പിച്ച് അവിടെ അവന്റെ രക്തത്താൽ വീണ്ടും മനുഷ്യനെ വീണ്ടെടുക്കുകയാണ്. നോക്കി, ആ ബ്ലഡിന്റെ കണക്ഷൻ വീണ്ടും ഈ ബ്ലഡുമായിട്ടാ, ഈ രക്തത്തിന്റെ ഭയങ്കര കണക്ഷനാ ബൈബിളിനകത്ത് കിടക്കുന്നത്. നമ്മൾ ഓരോരുത്തരും അവന്റെ രക്തത്തിന്റെ അവകാശികളാ. അർത്ഥം ഇത്രയേ ഉള്ളൂ, ഒരു സ്വപ്നം പഴയ നിയമത്തിനകത്ത് ഏദനിൽ നഷ്ടപ്പെട്ടപ്പോൾ പുതിയ നിയമത്തിനകത്ത് സ്വന്തം പുത്രനെ കൊടുത്ത് ആ സ്വപ്നത്തെ വീണ്ടും ഉയർപ്പിച്ചു കൊണ്ടുവരികയാണ് പിതാവായ ദൈവം. ഹല്ലേലൂയ. നോക്കിയേ, പഴയ നിയമത്തിനകത്ത് ഇറ്റ് വാസ് വെരി ഫ്രീലി ഗിവൻ. മനുഷ്യനെ ദൈവം സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും അങ്ങ് സൃഷ്ടിക്കുകയായിരുന്നു. അവർ ജനിച്ചു വരികയല്ല, സൃഷ്ടിക്കുകയായിരുന്നു. സൃഷ്ടിച്ചപ്പോൾ തന്നെ അവർ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമായിരുന്നു. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വന്നെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ വില കൊടുക്കണം. നമ്മൾ ആ സ്വരൂപത്തിലും സാദൃശ്യത്തിലേക്കും കയറി വരണം. അതുകൊണ്ടാ സ്നാനപ്പെടുമ്പോൾ ഇങ്ങനെ പറയുന്നേ, പഴയ മനുഷ്യനെ അടക്കി എന്ന് പറഞ്ഞാൽ പാപം നിറഞ്ഞു കിടന്ന, പൈശാചിക ആധിപത്യം നിറഞ്ഞു കിടന്ന, ലോകത്തിൽ കലചേർന്ന് കിടന്ന നമ്മളെ യേശുവിന്റെ രക്തത്താൽ കഴുകി അടക്കി ശുദ്ധീകരിച്ച് പുതിയ മനുഷ്യനായി. എന്താ ഈ പുതിയ മനുഷ്യൻ? ഈ പുതിയ മനുഷ്യനാണ് ആ സ്വരൂപവും സാദൃശ്യത്തിലും വീണ്ടും ഉയർത്തുവരുന്ന ദൈവത്തിന്റെ സ്വപ്നം. ഈ കഴിഞ്ഞ 5 ദിവസക്കാലം ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ദൈവസന്നിധി വചനം കേട്ടിട്ട് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എത്ര പേരുടെ അകത്തുനിന്ന് ആ പുതിയ സൃഷ്ടി പുറത്തു വരുന്നുണ്ട്? എത്ര പേരിന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ധൈര്യത്തോടെ പറയാൻ പറ്റുന്നുണ്ട്, ഞാൻ അവന്റെ സ്വരൂപവും സാദൃശ്യവുമാണെന്ന്? സ്നാനപ്പെട്ടിട്ട് വർഷങ്ങൾ എത്രയായി? സ്നാനപ്പെടുമ്പോൾ എടുത്ത തീരുമാനങ്ങൾ എത്രയായിരുന്നു? പക്ഷെ ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ കൈമാറാം. ഇന്ന് രാത്രികാലം ദൈവാത്മാവ് നിങ്ങളിൽ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമാണ്, എന്റെ തലമുറകൾ എന്റെ സ്വരൂപത്തിലായിരിക്കണം, എന്റെ സാദൃശ്യത്തിലായിരിക്കണം, എന്നെ പോലെയായിരിക്കണം. കമോൺ ചർച്ച്, ഇതിനകത്ത് എത്ര പേര് കൂടി എന്നുള്ളതിലല്ല വിഷയം, എത്ര പേരുടെ അകത്ത് ഈ ജനനം ഇന്ന് രാത്രികാലം നടക്കുന്നു എന്നുള്ളതാണ് വിഷയം. ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഞാൻ നിങ്ങളോട് ഒരു ദൂത് ഇവിടെ നിന്ന് പറയാം. ദൈവത്തിന് പലപ്പോഴും പലരെയും ഉപയോഗിക്കാൻ പറ്റാത്തതിന്റെ റീസൺ, നീ അവന്റെ സ്വപ്നത്തിനകത്തല്ല, നീ അവന്റെ പദ്ധതിക്കകത്തല്ല നിൽക്കുന്നത്. നമുക്ക് പറയാൻ നമ്മൾ സൺഡേ ചർച്ചിൽ പോകുന്നവരായിരിക്കും, നമ്മൾ കൈകൊട്ടുന്നവരായിരിക്കും, നമ്മൾ അന്യഭാഷ പറയുന്നവരായിരിക്കും, നമ്മൾ ഭയങ്കര പ്രാർത്ഥിക്കുന്നവരായിരിക്കും. പക്ഷെ ദൈവം നോക്കുന്നത് ദൈവവുമായി ഒരു കമ്മ്യൂണിയൻ നിനക്കുണ്ടോ ഇല്ലയോ എന്നാ. ഹല്ലേലൂയ. ഇപ്പം 1075 പേരുണ്ട്. കുറച്ച് കഴിയുമ്പോൾ എത്ര പേര് കാണുമെന്നൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, പ്രോസ്പിരിറ്റിയുടെ ദൂതല്ല പറയുന്നത്. ഈ പ്രോസ്പിരിറ്റിയും പ്രവചനവും കാര്യങ്ങളും ഇതെല്ലാം വെളിപ്പെടണമെങ്കിൽ നീ അവനുമായിട്ടുള്ള കമ്മ്യൂണിയനിൽ ആദ്യം കയറണം. നീ അവനുമായിട്ടുള്ള ബന്ധത്തിൽ ആഴത്തിൽ ഇറങ്ങണം. ഈ ബന്ധത്തിൽ കയറി കഴിഞ്ഞാൽ നിന്റെ മേൽ നീ ആവശ്യപ്പെടാതെ തന്നെ നിന്റെ മേൽ വീണിരിക്കുന്ന ദൈവ ശബ്ദങ്ങൾ തുറന്നു വരും. ഹല്ലേലൂയ. അർത്ഥം, നിന്റെ കൂടെ ഇറങ്ങി സഞ്ചരിക്കാൻ ഒരുവൻ ഇഷ്ടമുണ്ട്. പക്ഷെ നീ അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലേക്കും ഇന്ന് രാത്രി കയറി വരാൻ തയ്യാറാണെങ്കിൽ നിന്റെ കൂടെ ഇറങ്ങി സഞ്ചരിക്കുവാൻ, നിന്റെ കൂടെ ഇറങ്ങി നടക്കുവാൻ, നിന്റെ കരം പിടിച്ച് നിന്നെ ഉയർത്തുവാൻ, നിന്റെ കരം പിടിച്ച് നിന്നെ മാനിക്കുവാൻ ഒരു ശക്തിയുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പേരാണ് നീ ഇന്ന് രാത്രികാലം ഉയർത്തുന്ന യഹോവ. ഹല്ലേലൂയ. ഞാൻ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമുണ്ട്. അവന്റെ ബ്ലഡ്, എവിടെ ബ്ലഡ് നഷ്ടപ്പെട്ടു പോയോ അടുത്ത ഒരിടത്ത് സ്വന്തം മകനെ കൊടുത്ത് ആ രക്തത്തിന്റെ അവകാശികളായി നമ്മളെ വീണ്ടും ജനിപ്പിക്കുകയാണ്. അർത്ഥം, അവിടെ ഒരു ജനനം നടന്നു, പക്ഷെ ആ ജനനം നശിച്ചുപോയി. അടുത്ത ഒരു ജനനം നടക്കുകയാ. അത് നിലനിൽക്കണം എന്നുള്ളത് ദൈവത്തിന് ഭയങ്കര കമ്പൽഷൻ ആയതുകൊണ്ടാ ഇന്ന് രാത്രി നിങ്ങളോട് വീണ്ടും ദൈവം ഇതുപോലെ സംസാരിക്കുന്നത്. ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഏദനിൽ തകർന്നുപോയ ഒരു തലമുറ ഉണ്ടായിരുന്നു.
ഏതെനിൽ നശിച്ചുപോയ ഒരു തലമുറ ഉണ്ടായിരുന്നു. ദൈവത്തിന് ആഗ്രഹമുണ്ട് ഇന്നൊരു തലമുറ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ, അവന്റെ രക്തത്തിന്റെ അവകാശിയായി ഒരു തലമുറ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തി എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ, അവൻ വീഴുന്നവനായിരിക്കരുത്, അവൻ നശിച്ചു പോകുന്നവനായിരിക്കരുത്. അവൻ പാമ്പിന്റെ തലയെ തകർക്കുന്നവനായി, അധികാരമുള്ളവനായി, അവകാശിയായി, ശക്തിയുള്ളവനായി, നിറവുള്ളവനായി അവൻ നിലനിൽക്കണമെന്ന് ഉയരത്തിലെ ദൈവത്തിന് ഭയങ്കര ആഗ്രഹമുണ്ട്. ചുമ്മാതല്ല ഉപവാസ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി ക്രമീകരിക്കുന്നത്, ചുമ്മാതല്ല പ്രാർത്ഥനകൾ ക്രമീകരിക്കപ്പെടുന്നത്. ഇതെല്ലാം ക്രമീകരിക്കപ്പെടുന്നതിന്റെ പുറകിലത്തെ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, മടങ്ങി അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നീ കയറി വാ. ഇന്ന് പകൽക്കാലം ഒരു ദൂത് കേൾക്കാനോ പ്രവചനം കേൾക്കാനോ വിടുതൽ പ്രാപിക്കാനോ ഇതിനു വേണ്ടി വരാതെ, അപ്പ ഞാൻ നിന്റെ സ്വരൂപത്തിലും നീ എന്നെ വിളിച്ചു വിളിയിലേക്കും നീ എന്റെ മേൽ ഇട്ടിരിക്കുന്ന ദൈവിക പദ്ധതികളിലേക്കും ഞാനൊന്ന് കയറി വരാൻ തയ്യാറാ. ഞാൻ പറയാം, നിങ്ങൾ അതിലേക്ക് കയറി വരാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് പ്രവചനത്തിന്റെ ആവശ്യം വരത്തില്ല, നിങ്ങൾക്ക് ദൂതുകളുടെ ആവശ്യം വരത്തില്ല, നിങ്ങൾക്ക് ഹീലിംഗിന്റെ ആവശ്യം വരത്തില്ല, ഇതൊന്നിന്റെ ആവശ്യം വരത്തില്ല. ബിക്കോസ് ഇതെല്ലാം ആ വിളിക്കകത്തുണ്ടെന്നേ, ഇതെല്ലാം ആ വിളിക്കകത്ത് ഉൾപ്പെട്ട് കിടക്കുന്ന സംഭവങ്ങളാ. ഞാനൊരു പ്രവാചകനാ, ഞാനൊരു പ്രൊഫറ്റാന്ന് എനിക്ക് പറയുന്നതിൽ നല്ല ധൈര്യമുണ്ട്. പക്ഷെ ഞാൻ ഇന്നും പറയും, ഏറ്റവും വലിയ പ്രവചനമാണ് ഞാൻ എടുത്ത് നിങ്ങളുടെ മധ്യത്തിൽ ശുശ്രൂഷിക്കുന്ന ദൈവവചനം. ഇതിനകത്ത് കയറി നിൽക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായ ഒരു കാര്യം പറയാം, നിങ്ങളുടെ മുകളിൽ ദൈവം അരുളി ചെയ്തിരിക്കുന്ന ദൈവ ശബ്ദങ്ങൾ തുറന്നു വരുന്ന രാത്രികാലമായിരിക്കും ഇന്ന് രാത്രി. ഹല്ലേലൂയ. എനിക്ക് മെസ്സേജുകൾ പാറ്റേൺ വൈസ് സിസ്റ്റമാറ്റിക്കലി എഴുതി പ്രസംഗിക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെ ഇന്ന് അങ്ങനെ ഒരു നിയോഗം എനിക്കില്ല. അപ്പോൾ തന്നെ എനിക്കറിയാം എന്തോ ദൈവത്തിന് സംസാരിക്കാനുണ്ട്, എന്തോ പരിശുദ്ധാത്മാവിന് സംസാരിക്കാനുണ്ട്. ഞാൻ അവങ്കിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾക്ക് കൈമാറി തരികയാണ്. അതിന് ഭയങ്കര പവറുണ്ട്. ദൈവം ആഗ്രഹിക്കുന്നത് ഈ കാലഘട്ടത്തിൽ, ഈ ഉണർവിന്റെ കാലഘട്ടത്തിൽ, ഈ ഉണർവിന്റെ തീ കത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലേക്കും ഒരുവൻ കയറി വന്നാൽ അവനെ ദൈവം ഉപയോഗിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്തവണ്ണം ദൈവം നിന്നെ ഉപയോഗിക്കുമെന്നുള്ളതിൽ അതിന് വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ലെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ ആ ദൂതിനെ കൈമാറുമ്പോൾ അതിനെ സ്വീകരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ കടകളിൽ കണ്ട് ഒരു നിമിഷം അന്യ ഭാഷകളിൽ ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി തുടങ്ങിയാട്ടെ. അന്യഭാഷ പറയുന്നതിൽ നാണിക്കരുത്, ആരാധിക്കാൻ നാണിക്കരുത്. ഇതെല്ലാം സ്വർഗത്തിൽ ചെയ്യാനുള്ളതാണേ. ഇവിടെ ചെയ്യാൻ നാണിക്കുന്നവരാരും സ്വർഗത്തിലോട്ട് കയറത്തില്ല. ഒന്ന്, ആരാധിക്കുന്ന കാര്യം പിന്നെ വിട്ടേക്ക്. ടു ബി വെരി ട്രൂ, ടു ബി വെരി ഫ്രാങ്ക്, വളരെ ഓപ്പൺ ആയിട്ടാണ് സംസാരിക്കുന്നത്. ഇതിനകത്ത് മറച്ചു വെക്കാനോ ഒളിച്ചു വെക്കാനോ ഒന്നുമില്ല. ബിക്കോസ് എനിക്ക് ആഗ്രഹം എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ദൈവസന്നിധി ചെല്ലണമെന്ന. രണ്ട്, ഈ ലോകത്ത് നിങ്ങൾക്ക് ദൈവം തരുന്ന ആയുസ് അത്രയും ദൈവരാജ്യത്തിന് വേണ്ടി ശക്തമായി ഉപയോഗപ്പെടണമെന്ന, അനേകരെ ദൈവസന്നിധിയിലേക്ക് കയറ്റിക്കൊണ്ടുവരണമെന്ന. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, പിതാവായ ദൈവം സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തരാനൊന്നും മടിച്ചായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ആരും ഇതുപോലെ ഗ്യാദർ ചെയ്യത്തില്ലായിരുന്നു, ഇന്ന് ഇതുപോലെ നമ്മൾ ആരും ഇരിക്കത്തില്ലായിരുന്നു. മകനെ കൊടുക്കുവാൻ ഇനി യേശുവിന്റെ ജീവിതം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ, ഈ ബൈബിൾ എന്ന് പറഞ്ഞ ഒരു സംഭവം, ഈ ഒരു പുസ്തകത്തെ കുറിച്ച് ശരിക്കും പഠിച്ചാൽ ഈ മൂന്നിനകത്തും മൂന്ന് വ്യത്യസ്ത കാലഘട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പഴയ നിയമം നമ്മൾ എടുത്തു വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഘട്ടം വരെ പിതാവായ ദൈവത്തെ കുറിച്ച് മാത്രം ഉച്ചരിച്ചിരിക്കുന്ന, പിതാവായ ദൈവത്തെ കുറിച്ച് മാത്രം പറഞ്ഞിരിക്കുന്ന, പിതാവായ ദൈവത്തിന്റെ പ്രവർത്തികളെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്ന ഒരു ഘട്ടം നമുക്ക് കാണാൻ പറ്റും. അടുത്ത ഒരു പ്രവചന പുസ്തകങ്ങൾ മാത്രം എടുത്തൊന്ന് വായിച്ചു പഠിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പ്രവചിച്ചിരിക്കുന്ന പ്രവചനങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അതിന്റെ പുതിയ നിയമത്തിന്റെ ആദ്യത്തെ ഒരു പകുതി, അപ്പോസ്തല പ്രവൃത്തി വരെയുള്ള ഒരു
പകുതി എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവും യേശു ക്രിസ്തുവിന്റെ ജീവിതവും യേശു ക്രിസ്തു ചെയ്തത് മാത്രം അവിടെ വർണ്ണിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അടുത്ത അപ്പോസ്തല പ്രവൃത്തി തൊട്ട് അങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ അവിടെ പരിശുദ്ധാത്മാവാം ദൈവത്തെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന കാണാം. ഈ 3 പേരും ഒറ്റയ്ക്ക് ഒരുമിച്ച് നിൽക്കുന്ന ഒരു പുസ്തകമാണ് ബൈബിൾ എന്ന് പറയുന്ന ഒരു പുസ്തകം. ഈ 3 പേരും ഒരുമിച്ച് കൂടി നിൽക്കുന്നതാണ് നമ്മുടെ ജീവിതം. ഈ 3 പേരും ഒരുമിച്ച് അരുളി ചെയ്തിരിക്കുന്ന വാഗ്ദത്തങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്ന പുസ്തകമാണ് ഇത്. ഇത് ചുമന്ന് നടക്കുന്നവൻ നിങ്ങളും ഞാനും ഭാഗ്യവാന്മാരാണ്. ഞാൻ ഇന്ന് പകൽക്കാലം ഈ ഒരു ശബ്ദം ദൈവനോട് ഇടപെട്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ടും എന്റെ അകത്തൊരു ഭയങ്കര അസാധാരണ ശക്തി വ്യാപരിച്ചു. അപ്പൊ ഞാൻ ഫോളോ ചെയ്യുന്നത് ചുമ്മാ ഒരു ദൈവത്തെ അല്ല, അവൻ ആരെന്ന് വെളിപ്പെടുത്തിയ ദൈവത്തെയാണ്. ഉൽപ്പത്തി 1 മാത്രം എടുത്തു വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ദൈവം എഴുതി വെച്ചിരിക്കുന്നുണ്ട്. അവിടെ ദൈവത്തെ കുറിച്ച് വായിക്കാം. അടുത്ത 2-ാമത്തെ വാക്യത്തിന്റെ അവസാനം വരുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. 1-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം വരുമ്പോൾ അവിടെ 3 പേരെ കുറിച്ചും എഴുതി വെച്ചിരിക്കുന്നു. ഒരു ബുക്കിനകത്ത് 3 പേരെ കുറിച്ചും ഒറ്റ അധ്യായത്തിൽ 3 പേരെ കുറിച്ചും വീണ്ടും വീണ്ടും ഇത് തെളിവാണ്. ഇവർ 3 പേരും ഒന്നാണ്. ഇവർ 3 പേരും നമ്മുടെ മധ്യത്തിൽ വസിക്കുന്നുണ്ട്. ഇവർ 3 പേരും നമുക്കായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള തെളിവ് വചനത്തിനകത്ത് പല സ്ഥലത്ത് നമുക്ക് എടുത്തു കാണാൻ പറ്റും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം വാക്കുകൾക്കകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ദൈവം മാത്രമല്ല, അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ മുറിക്കകത്ത് ഇറങ്ങി വന്ന് നിങ്ങളെ തൊട്ട് സംസാരിക്കാൻ ശക്തിയുള്ളവനാണ്. ഞാൻ ചുമ്മാ പറയുന്നതല്ല, അനുഭവത്തിൽ നിന്നാ പറയുന്നത്. എനിക്ക് അനുഭവം ഇല്ലാത്ത ഒന്നും ഞാൻ പറയത്തില്ല. എന്റെ കോളേജ് കാലഘട്ടം തൊട്ട് എന്നെ അറിയുന്ന പാസ്റ്റർ അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം എന്റെ ലൈഫിന്റെ ജേർണി എങ്ങനായിരുന്നെന്ന്. അതുകൊണ്ട് ഒന്നും ദൈവം എന്നെ പഠിപ്പിച്ചതല്ലാതെ വേറെ എങ്ങും പോയി പഠിക്കാൻ ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല. എന്ന് പറഞ്ഞ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടില്ലെന്നല്ല, അതും പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ കുറച്ചുകൂടെ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവം എന്നെ എന്ത് പഠിപ്പിക്കുന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ബിക്കോസ് ഞാൻ ഈ വചനം വായിച്ചു പഠിച്ച നാളത്രയും ഞാൻ മനസ്സിലാക്കിയ ഒന്നുണ്ട്, ഇറ്റ് ഈസ് ഫുൾ ഓഫ് മിസ്റ്ററീസ്. ഇത് നിറഞ്ഞും രഹസ്യങ്ങൾ മറഞ്ഞു കിടക്കുകയാണ്. വചനം ആത്മാവിലും ശുശ്രൂഷിക്കാം, ജഡത്തിലും ശുശ്രൂഷിക്കാം. വചനം ബൈബിൾ കോളേജിൽ പഠിച്ചത് കൊണ്ട് മാത്രം പ്രസംഗിക്കാൻ അറിയുന്ന പാസ്റ്റർമാരുണ്ട്. വചനം ആത്മാവിൽ മാത്രം പ്രസംഗിക്കുന്ന ദൈവദാസന്മാരുണ്ട്. ഇത് രണ്ടും ഒരുമിച്ച് ചേർത്ത് പ്രസംഗിക്കുന്ന ദൈവദാസന്മാരും ഉണ്ട്. ഞാൻ പറയട്ടെ, ദൈവവചനത്തെ ഒന്നുകൂടെ തുറക്കാൻ ഒരു തലമുറ ഈ ദിവസങ്ങളിൽ എഴുന്നേക്കണം. ദൈവവചനത്തിനകത്ത് മറഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു തലമുറ ഈ ദിവസങ്ങളിൽ ഈ രാജ്യത്തും ദേശങ്ങളിലും എന്നെ കേൾക്കുന്ന ദൈവമക്കളുടെ അകത്തുനിന്നും ചിലര് അതുപോലെ ഉള്ളവരായി ചിലർ എഴുന്നേക്കണം. ഹല്ലേലൂയ. എന്നാ ഞാൻ അതുകൊണ്ട് പറയും, അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ആകാശവും ഭൂമിയും അത് മാറിപ്പോകും. അപ്പൊ മാറിപ്പോകുന്ന ഒന്നാണ്, ദൈവ നിർമ്മിതമാണ്. അതുകൊണ്ട് അത് മാറ്റിക്കളയാൻ ദൈവത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ട് ദൈവം അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, യേശു പറയുന്നത് ആകാശവും ഭൂമിയും അത് മാറിപ്പോകും, പക്ഷെ എന്റെ വചനങ്ങളോ അവയൊരിക്കലും മാറിപ്പോകുകയില്ല. ഇനി ആകാശവും ഭൂമിയും മാറുന്നതായിട്ട് നിങ്ങൾ കണ്ടാലും നിങ്ങൾ അവിശ്വസിക്കരുത്. ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തമുണ്ട്, എന്റെ വചനങ്ങളോ അവയൊരു നാളും മാറിപ്പോകുകയില്ല. എനിക്കറിയില്ല, ഞാൻ ഈ വാക്ക് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ഭയങ്കര ശക്തമായി കൈമാറാൻ പറയുന്നു. ചിലത് ഇതിനകത്ത് ആശ നഷ്ടപ്പെട്ടിരിക്കുന്ന ചിലതുണ്ട്. അവരോട് ദൈവം പറയുന്ന ഒന്നുണ്ട്, ദൈവത്തിന്റെ ശബ്ദം എന്റെ വെളിപ്പെട്ടു വരാത്തെ, ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ എന്റെ തുറന്നു വരാത്തെ എന്ന് ദൈവത്തോട് ചോദ്യം ചോദിച്ചായിരിക്കുന്ന ചില വ്യക്തിത്വങ്ങളോട് ഇന്ന് രാത്രികാലം ഞാൻ ആത്മാവിൽ വചനത്തിനകത്ത് നിന്നുകൊണ്ട് ആ വചനത്തെ ആത്മാവിൽ കൈമാറി പറയുകയാണ്. ദൈവ വചനം ദൈവശ്വാസീയമാകയാൽ, ദൈവശ്വാസീയം ദൈവത്തിന്റെ ശ്വാസത്തിന് ചിലതിനെ ജനിപ്പിക്കാനുള്ള ശക്തിയുള്ളതാകയാൽ, അതുകൊണ്ട് ഈ വചനം ശരിക്കും ഈ വചനം പുറത്തു വരും. ഈ വചനത്തിനകത്തോടെ നിങ്ങളോട് കൈമാറപ്പെട്ട ഒരു ദൂത് പോലും ദൈവസന്നിധി മാറിപ്പോകത്തില്ല എന്നുള്ള ഒരു ഉറപ്പ് ഇന്ന് രാത്രി ചിലതിനോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാ. അത് സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തോട് ഒന്ന് നന്ദി പ്രകടനമായി ദൈവത്തോടൊന്ന് സംസാരിച്ചു തുടങ്ങിയാട്ടെ.
എനിക്ക് ആരെങ്കിലും യെശയ്യാ പ്രവചനം 40-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് സഹായിക്കണം. Isaiah chapter 40 verse 8. പുല്ലുണങ്ങുന്നു, പൂവാടുന്നു. പുല്ലുണങ്ങുന്നു, പൂവാടുന്നു. നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. നമ്മുടെ ദൈവത്തിന്റെ വചനമോ അവ എന്നേക്കും നിലനിൽക്കുന്നു. 1 പത്രോസ് 1:24-25 കൂടെ ഒന്ന് വായിച്ചാട്ടെ. സകല ജഡവും പുല്ല് പോലെയും അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂ പോലെയും വാടി പൂ ഉതിർന്നേക്കും നിലനിൽക്കുന്നു. അതാ എനിക്ക് കേൾക്കുന്നില്ല, ആരാ വായിക്കുന്ന ഭയങ്കരമായിട്ടും കട്ടായി സകല ജഡവും പുല്ല് പോലെയും അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂ പോലെയും ആകുന്നു. പുല്ല് വാടി പൂ ഉതിർന്നു പോയി, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. അതൊരു ഭയങ്കര ഉറപ്പാണ്. അതൊരു സീസണുകൾ മാറിപ്പോയാലും, കാലഘട്ടങ്ങൾ മാറിപ്പോയാലും ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ശബ്ദം അതൊരിക്കലും മാറിപ്പോകുന്നില്ല. ദൈവശബ്ദം നമ്മൾ വചനത്തിനകത്ത് വായിച്ചു കഴിഞ്ഞാൽ ദൈവ ശബ്ദത്തിനു വേണ്ടി നിലനിന്ന വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ശ്രദ്ധിച്ചു വരാം. നോഹ എന്ന് പറഞ്ഞ ദൈവ മനുഷ്യനെ എടുത്തൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് നോഹയെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. നോഹയോട് ദൈവം പറയുന്ന ഒരു ദൂതാണ്, മഴ വരാൻ പോവുകയാണ്, നീ പെട്ടകം പണി. അതുവരെ മഴ എന്ന് പറഞ്ഞ ഒരു വാക്ക് ഈ മനുഷ്യൻ കേട്ടിട്ടില്ല. ഈ മനുഷ്യനത് അറിയത്തില്ല, എന്തുവാണെന്നൊന്നും നോ ഐഡിയ. പക്ഷെ ദൈവം പറഞ്ഞ ശബ്ദം, അതിൽ ഭയങ്കരമായിട്ടും നോഹ വിശ്വസിച്ചു. അവിശ്വസിക്കേണ്ട പല മേഖലകൾ അവന്റെ ജീവിതത്തിനകത്ത് ഉളവായി വന്ന സാഹചര്യങ്ങളായിരുന്നു. ഈ ദൈവശബ്ദം കേട്ട സമയം തൊട്ട് ഈ ദൈവശബ്ദം നിർവഹിച്ച് എന്ന് പറഞ്ഞാൽ മഴത്തുള്ളി ഭൂമിയിൽ വീഴുന്ന ഈ ഒരു ടൈം പീരിയഡ്, ഇതൊരു നല്ലൊരു ടൈം പീരിയഡ് ഉണ്ട് ഇതിന്റെ ഇടയ്ക്ക്. ദൈവം പറയുന്ന ദൈവശബ്ദവും അത് വെളിവായി വരുന്ന സമയവും ഇതിന്റെ ഇടയ്ക്ക് നോഹ ഫേസ് ചെയ്ത ഒരു ഭയങ്കര ചാലഞ്ച് ഉണ്ട്. ബിക്കോസ് ഈ ദൈവശബ്ദം കേട്ടത് നോഹ മാത്രമാണ്. നോഹയുടെ കുടുംബം കേട്ടില്ല, നോഹയുടെ മക്കള് കേട്ടില്ല, ആ ദേശത്തെ രാജ്യത്തുള്ള ആരും കേട്ടില്ല. നോഹ മാത്രമാണ് ഇത് കേട്ടത്. നോഹയുടെ ജീവിത ചരിത്രം എടുത്തൊന്ന് പഠിക്കുമ്പോൾ അതിനകത്ത് വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്ന ഒന്നാണ്, സ്വന്തം ഭാര്യ പോലും അംഗീകരിച്ചില്ല, സ്വന്തം മക്കൾ അംഗീകരിച്ചില്ല, കൂടെ നിന്നവർ പിന്നെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അപ്പോഴും കേട്ട ദൈവ ശബ്ദത്തിനു വേണ്ടി വില കൊടുത്ത് നിന്ന ഒരു ദൈവ മനുഷ്യൻ. അങ്ങനെ ഒരു ദൈവ മനുഷ്യനായി എത്ര പേര് മാറാൻ തയ്യാറാണ്? ഞാനങ്ങ് ഓടിച്ചു പറഞ്ഞു പോകട്ടെ, എനിക്ക് നിന്ന് പറയാൻ സമയമില്ല, ഞാൻ ഓടിച്ചു പറഞ്ഞു പോകുകയാ. അബ്രഹാം എന്ന് പറഞ്ഞ ദൈവ മനുഷ്യൻ എടുത്തൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ദൈവം പറയുകയാ, സ്വന്തം മകനെ യാഗമായി എനിക്ക് വേണ്ടി നൽകി തരണം. ഭാര്യയോട് ചോദിച്ചില്ല, കൂടെ നിന്നവരോട് ചോദിച്ചില്ല, മകനോട് ചോദിച്ചില്ല, ആരോടും ചോദിച്ചില്ല. കേട്ട ദൈവശബ്ദം ഒത്തിരി ഭാരമേറിയ ദൈവശബ്ദമാ, ഒത്തിരി വിലയേറിയ ദൈവശബ്ദമാ. പക്ഷേ ഞാൻ അബ്രഹാമിനോടൊന്ന് ചോദിക്കട്ടെ, അബ്രഹാമേ, എന്ത് കോൺഫിഡൻസിലാണ് പകൽ രാവിലെ ആയപ്പോൾ എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി കഴുതയും ആൾക്കാരെയും കൂട്ടി യാഗമർപ്പിക്കാൻ മകനെ കൊണ്ട് പോയത്? അബ്രഹാമിന് ചിരിച്ചോണ്ട് നമ്മളോട് പറയാനുള്ള ഒരു ആൻസർ ഉണ്ട്. ഞാൻ എന്റെ പേര് വെച്ച് എങ്ങനെ പറയാം, ജെറിനെ, എനിക്ക് സന്തതി ഇല്ലായിരുന്നു, എനിക്ക് സന്തതി ഉളവാകുമെന്നുള്ള ആശ നഷ്ടപ്പെട്ടു പോയി. ഞാൻ നിൽക്കുന്ന പ്രായത്തിൽ നിന്നുകൊണ്ട് എന്നോട് ആരെങ്കിലും തലമുറ വെളിപ്പെടുമെന്ന് പറഞ്ഞാൽ ഞാൻ അവനോട് പോടാ എന്ന് പറയും, നടക്കത്തില്ല എന്ന് ഞാൻ പറയും. പക്ഷെ ഞാൻ പലവട്ടം നോ പറഞ്ഞപ്പോഴും എന്നോട് ഒരുവൻ പറഞ്ഞു, നിനക്ക് സന്തതിയെ ഞാൻ തരും. അടുത്ത ആണ്ടിൽ ഈ സമയമാകുമ്പോൾ വന്ന 3 പേര് പറഞ്ഞൊരു ദൂതുണ്ട്, നിനക്കൊരു തലമുറയെ ലഭിക്കും.
അവിശ്വസനീയമായ ഒരു ദൈവശബ്ദം. നടക്കത്തില്ലെന്ന് സാറ പോലും ചിരിച്ചു തള്ളിക്കളഞ്ഞ ഒന്ന്. പക്ഷെ ആ ദൈവശബ്ദത്തിന് ഒരുവൻ അനുസരണം കാണിക്കാൻ തയ്യാറായപ്പോൾ അതുവരെ നിർജീവത്വമായി കിടന്ന ശരീരത്തിനകത്ത് ഈ ദൈവശ്വാസം വെളിപ്പെട്ടു. ദൈവശ്വാസീയമായ ദൈവവചനം വെളിപ്പെട്ടു. ദൈവത്തിന്റെ ശബ്ദം വെളിപ്പെട്ടു. ഈ ദൈവശബ്ദം ശരീരത്തിനകത്ത് വ്യാപരിച്ചപ്പോൾ, ഇനി ഒന്നുകൂടെ നിന്ന് പറയാം, ദൈവശബ്ദത്തെ സ്വീകരിക്കുന്നവന്റെ അകത്ത് മാത്രമേ ദൈവശബ്ദം ഉരുവാകത്തുള്ളൂ. ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവശബ്ദത്തെ സ്വീകരിക്കുന്നവന്റെ മുകളിൽ മാത്രമേ ദൈവശബ്ദം ആക്റ്റീവാകത്തുള്ളൂ. ഇനി ഇവിടെ നിന്ന് ഒന്നുകൂടെ പറയാം. എന്തോ പരിശുദ്ധത്വം ഭയങ്കരമായിട്ടും ആ ഒരു വാക്കെടുത്ത് പറയുന്നുണ്ട്. പറയാം, ദൈവശബ്ദത്തെ കേട്ട് അതിനെതിരെ മർദ്ദലിച്ച്, അതിനെതിരെ പിറുപിറുത്ത്, അതിനെതിരെ ന്യായവിധികൾ എഴുതി, അതിനെതിരെ ക്വസ്റ്റ്യനുകൾ എഴുതി, അതിനെതിരെ ജഡ്ജ്മെന്റുകൾ എഴുതി, നിന്റെ വാഗ്ദത്തത്തെ, നിന്റെ ശബ്ദത്തെ, നിന്റെ ദൈവ നിയോഗങ്ങളെ തകർത്ത് കളയുന്ന ചില വ്യക്തികളോട് ഇന്ന് രാത്രി ആത്മാവ് ദൂതറിയിക്കുകയാണ്, ബുദ്ധി ഉപദേശിക്കുകയാണ്. ദൈവത്തിന്റെ ശബ്ദങ്ങളെ വിലയിരുത്താൻ നീയോ ഞാനോ അതല്ല. നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മുടെ ഈ ചെറു ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ വലിയ വാഗ്ദത്തങ്ങളെ അളക്കാൻ പോകും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല കാര്യങ്ങൾ ലോകത്തിൽ നടക്കുന്നത് കേൾക്കുമ്പോൾ ഞാനായിരിക്കുന്ന ദേശത്ത് ഒത്തിരി വചനത്തിന് വിരുദ്ധമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നടക്കുന്ന ദേശമാണ്, രാജ്യമാണ്. എന്നാൽ വചനം ഏറ്റവും കൂടുതൽ പവർഫുള്ളി പ്രീച്ച് ചെയ്യുന്ന ഒരു രാജ്യവുമാണ്. ഇവിടുന്നാണ് മിഷണറികൾ നാട്ടിൽ വന്ന് അവിടെ സഭകൾ സ്ഥാപിച്ച് അവിടെ നമ്മളെ പോലുള്ളവരെ എഴുന്നേൽപ്പിച്ച രാജ്യമാണ് ഞാൻ ആയിരിക്കുന്ന രാജ്യം. പക്ഷെ ഇന്ന് ഈ രാജ്യത്തിന്റെ അവസ്ഥ വേറെ ഒന്നാണ്. ഇന്ന് ഈ രാജ്യത്തിന്റെ ഓരോ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തെല്ലാം സൈറ്റാനിക് ആയിട്ടുള്ള പല കാര്യങ്ങളെ നമുക്ക് ദർശിക്കാൻ പറ്റും. പല കാര്യങ്ങൾ, ഈവൻ ഒത്തിരി പാട്ടുകൾ പോലും, മ്യൂസിക് പോലും പലതിനകത്തും പൈശാചികത്വം നിറഞ്ഞിരിക്കുന്ന പാട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അത് എത്ര പേര് അതിനെയൊക്കെ അംഗീകരിക്കുന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. അതിന് അടയാളം നിരത്തി പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇവൻ കുടിക്കുന്ന ഡ്രിങ്ക്സ് പോലും അതിന്റെ മുകളിൽ പോലും സൈറ്റാനിക് ആയിട്ടുള്ള സിമ്പിളുകളാണ്. അങ്ങനെ പല കൂട്ടം കാര്യങ്ങളുണ്ട്, പല കൂട്ടം കാര്യങ്ങൾ. ഇന്നത്തെ തലമുറകൾ ഹിപ്ഹോപ്പ് മ്യൂസിക്കും അങ്ങനത്തെ ടേം മ്യൂസിക്കിനകത്തോട്ട് പെട്ടെന്ന് അട്രാക്ട് ആയി അവിടോട്ട് ചരിഞ്ഞു പോകുന്നതിന്റെ റീസൺ എന്താണ്? അതിനകത്തൊരു സൈറ്റാനിക് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇതിനെ തിരിച്ചറിയാൻ നമ്മൾ ഇപ്പോഴും നമ്മുടെ പ്രശ്നം, ഞാൻ നിന്നങ്ങ് പറയാം, നമ്മുടെ പ്രശ്നം നമ്മൾ ഈ വചനം മാത്രം വായിച്ച് കേൾക്കുന്ന ദൂത് മാത്രം കേട്ട് അതിനകത്ത് ഇങ്ങനെ മറന്നിരിക്കുക. നമ്മുടെ പ്രശ്നം നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങളുടെ ആഴത്തിലേക്ക് ഇറങ്ങണം. ഈ അന്ത്യകാലത്ത് എന്തൊക്കെ സംഭവിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്, യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വായിച്ച കുറുവാക്യത്തിന്റെ ആദ്യം തൊട്ട് അവസാനം വരെ വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അതുപോലത്തെ പല കൂട്ടം കാര്യങ്ങൾ ഇന്ന് ഈ ഉലകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ മധ്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. നമ്മൾ അതിനകത്ത് തെരഞ്ഞെടുക്കാൻ തയ്യാറാകണം. ഇത് ദൈവത്തിൻ്റെതാണോ അല്ലോ പൈശാചികമായിട്ടുള്ളതാണോ? തെരഞ്ഞെടുപ്പ് തെറ്റിപ്പോയാൽ റൂട്ട് തെറ്റിപ്പോകും. റൂട്ട് തെറ്റിപ്പോയാൽ നീ ചെന്ന് എത്തേണ്ട ഡെസ്റ്റിനേഷൻ തെറ്റിപ്പോകും. നീ എത്തേണ്ട ഡെസ്റ്റിനേഷൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അങ്ങ് എത്തേണ്ട രാജ്യത്തിൽ നിനക്ക് എത്തിച്ചേരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ ഇതിനകത്ത് നിന്നുകൊണ്ടൊരു ദൂത് കൈമാറാം. നീ എന്ത് തെരഞ്ഞെടുക്കുന്നോ അത് നല്ലപോലെ ശോധന ചെയ്തിട്ട് വേണം തെരഞ്ഞെടുക്കാൻ. തലമുറകളോട് ഞാൻ ആത്മാവിൽ ഒന്ന് കൈമാറാം. എല്ലാം നല്ലതാണെന്ന് പറഞ്ഞ് എല്ലാത്തിലേക്കും കയറി അങ്ങ് ചാടരുത്. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ശരിയായിട്ടുള്ളതിനെ തെരഞ്ഞെടുത്ത് ശരിയായിട്ടുള്ളതിനു വേണ്ടി വില കൊടുത്ത് നിന്നാൽ ദൈവം നിന്റെ മേൽ വെളിപ്പെടുത്തേണ്ട ചിലതിനെ വെളിപ്പെടുത്തി നിനക്ക് കിട്ടേണ്ട മാന്യതകളെ തന്ന് നിന്നെ മാനിച്ചുയർത്തുന്ന ഒരു ദൈവമാണ് എന്റെ ദൈവം. ഹല്ലേലൂയ. മടങ്ങി വരാം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിന് വേണ്ടി അബ്രഹാം വില കൊടുക്കാൻ തയ്യാറായി. അബ്രഹാമിന് ഒന്ന് മനസ്സിലായി. ഞാൻ എന്റെ ഭാവനയിൽ പറയാം കേട്ടോ, എന്റെ ഭാവനയായത്. ഇത് ബൈബിളിൽ എഴുതിയതാണെന്ന് ആരും പറയരുത്, എന്റെ ഭാവനയാ. അബ്രഹാമിനോട് ഈ ശബ്ദം പറഞ്ഞപ്പോൾ ആദ്യം അബ്രഹാം ഒന്ന് പിടച്ചു കാണും, ഒന്ന് വിറച്ചു കാണും. എന്ന് പറഞ്ഞാൽ സ്വന്തം തലമുറ വർഷങ്ങൾ താണ്ടി 99 വയസ്സുവരെ
നോക്കി കാതോർത്തിരുന്ന് അവസാനം ലഭിച്ച തലമുറ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ കണ്ടൊന്ന് താലോലിച്ച് കൊതി പോലും മാറി കാണത്തില്ല. ശരിക്കൊന്ന് അവന്റെ കൂടെ ഇരുന്ന് അവന്റെ വളർച്ചയും എല്ലാം ഒന്ന് ആസ്വദിച്ച് നല്ല രീതിയിൽ അവന്റെ കൂടെ നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്ത് പോലും കഴിഞ്ഞു കാണത്തില്ല. അപ്പോഴത്തേക്കും വരുന്ന ദൈവശബ്ദം, അവനെ ദൈവത്തിനു വേണ്ടി യാഗമർപ്പിക്കുക. അബ്രഹാമിന് വേണമെങ്കിൽ മറുത്ത് പല ചോദ്യങ്ങൾ ചോദിക്കാം. പക്ഷെ അബ്രഹാം മൗനമായി ഇരുന്ന് സ്വന്തം ഭാര്യയുടെ സൈഡിൽ നിന്ന് പ്രതികൂലം ഉണ്ടാകും എന്ന് ആത്മാവിൽ തിരിച്ചറിഞ്ഞ് അവളോട് പോലും പറയാതെ പകൽക്കാലം എഴുന്നേറ്റ് തലമുറയും കൊണ്ട് യാഗമർപ്പിക്കാൻ പോകുമ്പോൾ അബ്രഹാമിനുള്ള കോൺഫിഡൻസ്, ഇവനെ എന്റെ കഴിവ് കൊണ്ടല്ല എന്റെ കയ്യിൽ വന്നിരിക്കുന്നത്, ഇവൻ എന്റെ ഭവനത്തിൽ ജനിച്ച് എന്റെ കൂടെ ഇപ്പോൾ ഈ നടക്കുന്നത് എന്റെ കഴിവ് കൊണ്ടല്ല, ഞാൻ എടുത്ത വല്ലോ മെഡിസിനിന്റെ കഴിവ് കൊണ്ടല്ല, ഞാൻ കൺസൾട്ട് ചെയ്ത ഡോക്ടറിന്റെ കഴിവ് കൊണ്ടല്ല. ഞങ്ങൾ എല്ലാവരും ആശ അറ്റുകടന്ന സ്ഥാനത്ത് ഒരുവൻ വന്നൊരു വാക്ക് കൈമാറി. ആ വാക്കിനകത്തൊരു ഭയങ്കര ശ്വാസം ഉണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് മനുഷ്യന്റെ രൂപത്തെ ഉണ്ടാക്കി കിടത്തി അവന്റെ മൂക്കിലേക്ക് ഊതി കൊടുത്ത ഒരു ശ്വാസമുണ്ട്. ആ ശ്വാസം ആദാമിനെ ഉയർപ്പിച്ച് ജീവനുള്ള വ്യക്തിയാക്കി നിർത്തിയെങ്കിൽ ആ ശ്വാസം ഇവിടെ ഈ വാക്കിനകത്തുണ്ട്. ഈ വാക്ക് ഏറ്റെടുത്ത് അബ്രഹാമിനകത്ത് അതുവരെ വെളിപ്പെടാത്ത ഒരു അസാധാരണ ജീവൻ വെളിപ്പെടുമ്പോൾ ആ ജീവൻ അതുവരെ ജനിപ്പിക്കാത്ത ചിലതിനെ ജനിപ്പിക്കാൻ ശക്തിയുള്ള ശരീരത്തിന് ദൈവ ശബ്ദം മാറ്റി. അതുകൊണ്ട് അബ്രഹാമിന് പറയാൻ പറ്റും, ഈ തലമുറ പുറത്തു വന്നത് എന്റെ കഴിവ് കൊണ്ടല്ല, എന്റെ ഭാര്യയുടെ കഴിവ് കൊണ്ടല്ല, ഒരു ശാസ്ത്രത്തിന്റെ കഴിവ് കൊണ്ടല്ല, ഇത് ദൈവത്തിന്റെ ശബ്ദത്തിന്റെ ശക്തിയാലത്രേ. അതുകൊണ്ട് അബ്രഹാമിന് പറയാൻ പറ്റും, ദൈവം തന്നു, ദൈവം എടുത്തോട്ട്. അത് ദൈവം എടുക്കാൻ അങ്ങനെ ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ ദൈവം എടുത്തോട്ട്. പക്ഷെ കുറച്ചു ദൂരം കടന്നു വന്നിട്ട് ആ മലയുടെ അടുത്തെത്തുമ്പോൾ അബ്രഹാം സെർവൻസിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഞാനും മോനും അവിടം വരെ പോയി യാഗം കഴിപ്പിച്ച് ഞങ്ങൾ മടങ്ങി വരാം. We will come back എന്ന് എഴുതിയേക്കുന്നത്. ഞാൻ മടങ്ങി വരുമെന്ന് അവിടെ എഴുതിയിട്ടില്ല. അവിടെ എഴുതിയേക്കുന്ന ഒരു പദമാണ് we will come back, we will go, we will sacrifice and we will come back. അതാണ് ദൈവത്തിലുള്ള അവന്റെ ഉറപ്പ്. അതാണ് ദൈവ ശബ്ദത്തിൽ അവനുള്ള ഉറപ്പ്. ആ ഉറപ്പ് എപ്പോൾ അവൻ തെളിവായി വെളിപ്പെടുത്തിയോ അപ്പോൾ ഉയരത്തിൽ പർവ്വതത്തിൽ അടുത്ത ഒരു യാഗമൃഗം അവന് വേണ്ടി ക്രമീകരിക്കപ്പെട്ടു. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്നുണ്ടെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ മനസ്സിലാവുന്ന ഒരുവനോട് ഞാൻ ആത്മാവിൽ കൈമാറാം, നീ ദൈവ ശബ്ദത്തിന് വില കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, ഒന്ന്, നിന്റെ കുടുംബം ചിലപ്പോൾ നിനക്ക് വിരുദ്ധമായി നിന്നിരിക്കും, നിന്റെ തലമുറകൾ ചിലപ്പോൾ നിനക്ക് എഗൻസ്റ്റ് ആയിരിക്കും, നീ പോകുന്ന ചർച്ച ചിലപ്പോൾ നിനക്ക് എഗൻസ്റ്റ് ആയിരിക്കും, നീ നിൽക്കുന്ന കൂട്ടം നിനക്ക് എഗൻസ്റ്റ് ആയിരിക്കും, നീ കൂടെ നിൽക്കുന്ന നിന്റെ ബന്ധുമിത്രാദികൾ ചർച്ചക്കാർ നിങ്ങളുടെ എതിരായിരിക്കും. പക്ഷെ ഞാൻ ആത്മാവിൽ പ്രവചിച്ചൊരു ദൂത് കൈമാറാം, നീ കേട്ട ശബ്ദം ഉയരത്തിൽ നിന്നുള്ള ശബ്ദമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആരോടോ ഞാൻ ആത്മാവിൽ പ്രവചിച്ചത് കൈമാറുകയാ. സ്റ്റെപ്പ് ഫോർവേഡ്. എന്റെ ചെവിക്കകത്ത് ഞാൻ ഈ ശബ്ദം മുഴങ്ങി കേൾക്കുന്നു. ഞാൻ അതുകൊണ്ട് അത് എടുത്തു പറയുന്നത്, ആരോ ചുവടെടുത്തു വെക്കാൻ ഭയങ്കരമായി ഭയത്തോടെ, ആകുലത്തോടെ, ഭാരത്തോടെ, പ്രയാസത്തോടെ കേൾക്കുന്ന ചില ചെവികൾ എന്നെ ഇതിനകത്തുണ്ട്. ഞാൻ അവരോട് ആത്മാവിൽ ദൈവനിയോഗത്തിൽ ദൈവത്തിന്റെ പ്രവാചകൻ എന്ന നിലവാരത്തിൽ നിന്നുകൊണ്ട് ഞാൻ ആത്മാവിൽ കൈമാറുന്നു. നോഹേ, നീ ദൈവ ശബ്ദം കേട്ടപ്പോൾ നിന്റെ ഭാര്യ മറുതലിച്ചു. നീ ഒറ്റയ്ക്ക് പണിയെടുക്കുന്നതും ക്ഷീണിക്കുന്നതും അവൾ കണ്ടിട്ടും അവൾ അടുത്തു വന്നില്ല. അവൾ പോലും പിറുപിറുത്ത് പറഞ്ഞു, നീ പൊട്ടത്തരമാ കാണിക്കുന്നത്, എന്ത് മഴ, അങ്ങനത്തെ ഒന്നും കേട്ടിട്ടില്ല. പക്ഷെ നോഹയ്ക്ക് പറയാൻ ഒരു ധൈര്യമുണ്ട്. ഞാൻ കേട്ടത് ഉയരത്തിൽ നിന്നുള്ളവന്റെ ശബ്ദമാ. നിന്റെ ശബ്ദം തീർന്നു പോകും, നിന്റെ ശബ്ദം അസ്തമിച്ചു പോകും. പക്ഷെ എന്നെ നിർത്തുന്നവനുണ്ട്, എന്നെ തെരഞ്ഞെടുത്തവനുണ്ട്, എന്നെ വിളിച്ചവനുണ്ട്. അവൻ വിളിച്ചവൻ വിശ്വസ്തനായാൽ, അവൻ എന്നെ കൈവിടാത്ത ഒരു ദൈവമായാൽ
ഞാൻ വിശ്വസിക്കുന്നു മഴ വരും. മഴ വരും. തലമുറകൾ പിറുപിറുത്തു. അപ്പനോട് പറഞ്ഞു, അപ്പൻ ഭൂലോക പരാജയമാന്ന് പറഞ്ഞു. ഈ കാണിക്കുന്നതൊക്കെ പൊട്ടത്തരമാന്ന് പറഞ്ഞു. അപ്പ നിങ്ങൾ കാണിക്കുന്ന കണ്ടിട്ട് ഞങ്ങളുടെ കൂട്ടുകാര് ഞങ്ങളോട് ഏഷണി കാണിക്കുന്നു, ഞങ്ങളെ മാറ്റി നിർത്തുന്നു, അതിന്റെ വേദന ഞങ്ങൾ അനുഭവിക്കുന്നേ എന്നൊക്കെ പലതും പറഞ്ഞ് നോഹ വേദനിപ്പിച്ചപ്പോഴും നോഹ മൗനമായിരുന്നു. നോഹ പെട്ടകത്തിന്റെ പണി പൂർത്തീകരിച്ച് കൂടെ നിന്ന സഹോദരന്മാർ, അവന്റെ ചാർച്ചക്കാർ, ബന്ധുമിത്രാദികൾ, നീ കാണിക്കുന്ന തെറ്റാ, നീ പൊട്ടത്തരമാ കാണിക്കുന്ന എന്നൊക്കെ പറഞ്ഞ് എല്ലാരും കൈവിട്ടപ്പോഴും അവൻ പറയുന്ന ഒന്നുണ്ട്, ഞാൻ കേട്ടത് ഉയരത്തിലെ ശബ്ദമാണ്. മറ്റേതൊരു ശബ്ദത്തിനകത്തില്ലാത്ത ഒരു അസാധാരണ സംഭവമുണ്ട്. ഞാൻ നിന്നൊരു കാര്യം പറയാം. ദൈവ ശബ്ദത്തിനകത്ത് മറഞ്ഞു കിടക്കുന്ന 6 കൂട്ടം കാര്യങ്ങളുണ്ട്. ഞാനങ്ങ് പറഞ്ഞു പോകുകയാണ്. ദൈവ ശബ്ദത്തിനകത്ത് മറഞ്ഞു കിടക്കുന്ന 6 കൂട്ടം കാര്യങ്ങളുണ്ട്. ദൈവ ശബ്ദം പവർഫുള്ളാണ്. ദൈവ ശബ്ദം സത്യമാണ്. ദൈവ ശബ്ദം നിലനിൽക്കുന്നതാണ്, എറ്റേണൽ ആണ്. ദൈവ ശബ്ദം വെളിച്ചമാണ്. ദൈവ ശബ്ദം നറിഷ് ചെയ്യുന്നതാണ്. ദൈവ ശബ്ദം നമ്മുടെ ശരീരത്തിന് പുഷ്ടി വരുത്തുന്ന, നറിഷ് ചെയ്യുന്ന ഒന്നാണ്. ദൈവ ശബ്ദം സന്തോഷം പകരുന്നതാണ്. ഈ ദൈവ ശബ്ദത്തിനകത്ത് മറഞ്ഞു കിടക്കുന്ന 6 കൂട്ടം കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് മനുഷ്യന്റെ ശബ്ദങ്ങൾ പലപ്പോഴും താൽക്കാലിക ബലം തരുമ്പോഴും ദൈവ ശബ്ദം എന്നേക്കും നിലനിൽക്കുന്ന ശക്തി പകരും. അതുകൊണ്ടാണ് പറയുന്നത് ദൈവ ശബ്ദം പവർഫുള്ളാ. ദൈവ ശബ്ദത്തിന് ഭയങ്കര അസാധാരണമായിട്ടുള്ള ശക്തിയുണ്ട്. അതുകൊണ്ടാ നമ്മൾ വായിക്കുന്നത് എബ്രായർ 4:12 എടുത്ത് വായിച്ചാലും, യെശയ്യാ 55:11 വായിച്ചാലും, 2 തിമോത്തി 3:16-17 എടുത്ത് വായിച്ചാലും ഇവിടെ എല്ലാം ദൈവത്തിന്റെ ശക്തി നമുക്ക് കാണാൻ പറ്റും. ദൈവത്തിന്റെ ശബ്ദത്തിനകത്ത്, ദൈവത്തിന്റെ വേർഡിനകത്ത് മറഞ്ഞു കിടക്കുന്ന പവർ നമുക്ക് കാണാൻ പറ്റും. അതിന്റെ യെശയ്യാ പ്രവാചകൻ 55:11 വായിച്ചേ. എന്റെ വായിൽ പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും, അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ള നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. യെസ്, ഇതൊരു ഭയങ്കര പ്രൊഫറ്റിക്കൽ വേർഡാണ്. ചുമ്മാ വായിച്ച് നമ്മൾ കേട്ടു പോകരുത്. ഭയങ്കര പ്രൊഫറ്റിക്കൽ വേർഡാ. ഞാൻ നിങ്ങളോട് എന്നോട് പരിശുദ്ധാത്മ പറയുന്ന ഒരു ദൂത് കൈമാറാം ആ വചനത്തിനകത്ത് നിന്നുകൊണ്ട്. ഇതിനകത്ത് എന്നെ കേൾക്കുന്ന 75 ഡിവൈസിനോട് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയാം, നിങ്ങളോട് ദൈവം അരുളി ചെയ്ത ദൈവ ശബ്ദം അത് പുറപ്പെട്ടു വരുന്നതിന്റെ പുറകിൽ ഒരു പർപ്പസ് ഉണ്ട്. എല്ലാ ദൈവ ശബ്ദവും, നിങ്ങളോട് അരുളി ചെയ്യുന്ന എല്ലാ ദൈവ ശബ്ദവും, ഇനി നിങ്ങളുടെ വിശ്വാസം എത്ര ആഴത്തിലുണ്ട് അത്ര ആഴത്തിൽ ഇത് പിടിക്കണം. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഓരോ ദൈവ ശബ്ദവും ഇറ്റ് ഹാസ് എ പർപ്പസ്. ഇതിനെല്ലാത്തിനും ഒരു പർപ്പസ് ഉണ്ട്. ക്ഷീണിച്ചിരിക്കുമ്പോൾ വായിക്കുന്ന വചനങ്ങളുണ്ട്, വിഷമിച്ചിരിക്കുമ്പോൾ വായിക്കുന്ന വചനങ്ങളുണ്ട്. അത് നമ്മളെ ബലപ്പെടുത്താറുണ്ട്. തകർന്ന് എല്ലാരും കൈവിട്ട് ഒറ്റയ്ക്ക് ഏകാന്തതയിലായിരിക്കുമ്പോൾ വെളിപ്പെട്ടു വരുന്ന ദൈവശബ്ദങ്ങളുണ്ട്. അപ്പൊ എല്ലാ ദൈവ ശബ്ദത്തിനും ഒരു പർപ്പസ് ഉണ്ട്. ഇത് നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഇതിന് നിങ്ങളിൽ ഒരു പർപ്പസ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇത് നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഇതിന് നിങ്ങളിൽ നിവർത്തിച്ചെടുക്കാനുള്ള ഒരു പർപ്പസ് ഉണ്ട്. ഈ പർപ്പസ് നിവർത്തീകരിക്കണമെങ്കിൽ 1, നിങ്ങൾ ഈ വചനത്തെ സ്വീകരിക്കണം. 2, ഈ വചനത്തെ ഏറ്റെടുക്കണം. 3, ഈ വചനത്തെ അയവിറക്കണം. 4, ഈ വചനത്തിന് നന്ദി പറയണം. മനസ്സിലാവുന്നുണ്ടോ? എനിക്കിത് റിപ്പീറ്റ് ചെയ്യാനുള്ള സമയമില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു വിടുകയാണ്. അപ്പം എല്ലാ ദൈവവചനത്തിനും പുറകിൽ ഒരു പർപ്പസ് ഉണ്ട്. അത് ബൈബിളിനകത്തുണ്ട്. പക്ഷെ നിന്നോട് വ്യക്തമായി ഇടപെടുന്ന ഒരു ദൈവ ശബ്ദമുണ്ടെങ്കിൽ ആ ദൈവ ശബ്ദത്തിന് ഒരു പർപ്പസ് ഉണ്ട്. അത് ട്രാവൽ ചെയ്ത്, അത് യാത്ര ചെയ്ത് നിങ്ങളിലേക്ക് എത്തുന്നതിന്റെ പുറകിൽ ഒരു പർപ്പസ് ഉണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിലുള്ള പർപ്പസാ. ആ പർപ്പസ് നിങ്ങളിൽ വെളിപ്പെടണമെങ്കിൽ
നിങ്ങൾ അതിനെ സ്വീകരിക്കണം, നിങ്ങൾ അതിനെ ഏറ്റെടുക്കണം, നിങ്ങൾ അത് അയവിറക്കണം, നിങ്ങൾ അതിന് ആമേൻ പറയണം. ഹല്ലേലൂയ. ഈ വചനം നമ്മൾ ഉദ്ദേശിക്കുന്നതിന്റെ അപ്പുറത്താണ്. ഈ വചനത്തിന്റെ ശക്തി നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നതിന്റെ അപ്പുറത്താ. ഇതിനെ എത്രത്തോളം ആഴത്തിൽ നമ്മൾ ഏറ്റെടുത്ത് ഇതിനെ അയവിറക്കാൻ നമ്മൾ തയ്യാറാകുമോ അത്രത്തോളം ആഴത്തിൽ റെവലേഷനുകൾ തുറന്നു വരും. അത്രത്തോളം ആഴത്തിൽ ഇത് നമ്മുടെ ജീവിതത്തിൽ എന്തിനു വേണ്ടിയാണോ വന്നത് അത് തുറന്നു വരും. മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് കൈ ഉയർത്തി ഒന്ന് ഒരു ആമേൻ പറയാനുള്ള മനസ്സുണ്ടോ? ഹല്ലേലൂയ. നിങ്ങളിലേക്ക് എത്തുന്ന ഓരോ ദൈവവചനവും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും പല മെസ്സേജുകൾ കേൾക്കാറുണ്ട്. ചിലപ്പോ 1.5 മണിക്കൂറത്തെ 2 മണിക്കൂറത്തെ മെസ്സേജ് ഒക്കെ കേൾക്കും. പക്ഷെ അതിനകത്തുനിന്ന് ചിലപ്പോ ഒരു വേർഡ് ആയിരിക്കും എന്നെ തൊടുന്നത്. ആ വേർഡിന് എന്റെ ലൈഫിൽ ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് അത് മീറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര ധൈര്യത്തോടെ ഇത് കൈമാറുന്നത്. ഇത് ദൈവശ്വാസീയമാണ്. വചനം ദൈവശ്വാസീയം ആകയാൽ ഈ ദൈവശ്വാസീയം എന്ന് പറയുമ്പോൾ ഈ വചനത്തിനകത്ത്, ഇനി ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ ഈ പറയുന്ന ഓരോ വേർഡിനകത്ത് ദൈവത്തിന്റെ ശ്വാസം കിടക്കുകയാണ്. ഈ ശ്വാസത്തിന്റെ പ്രത്യേകത നിർജീവത്വത്തെ മാറ്റുന്നതാണ്, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നതാണ്. ഇത് ക്രിയേറ്റ് ചെയ്യാൻ ശക്തിയുള്ളതാണ്. ഇത് പവർ ഹൗസ് ആണ്. ഇത് സന്തോഷം പകരുന്നതാണ്. ഇത് സമാധാനത്തെ പകരുന്നതാണ്. ഇത് ആശ നശിച്ചു പോയവന് ആശ ഉളവാക്കി കൊടുക്കുന്നതൊന്നാണ്. ഈ ദൈവ ശബ്ദത്തിനകത്തൂടെ വെളിപ്പെടുന്ന ദൈവശ്വാസത്തെ നിങ്ങളിലേക്ക് അതിനെ സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ കൈമാറാം. ഇത് നിങ്ങളുടെ അകത്ത് ചെല്ലുമ്പോൾ നിങ്ങളുടെ അകത്ത് ചിലത് ഉത്ഭവിപ്പിക്കുന്ന ദൈവശക്തി ഈ വചനത്തിനകത്തുണ്ട്. അർത്ഥം നിന്ന് പറയാം. നിന്റെ രോഗസൗഖ്യം ഈ ശ്വാസത്തിനകത്തുണ്ട്. നിന്റെ ചോദ്യത്തിനുള്ള മറുപടി ഈ ദൈവശ്വാസ്യത്തിനകത്തുണ്ട്. നിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇതിനകത്തുണ്ട്. നിന്റെ ഒറ്റപ്പെടലുകളെ മാറ്റുന്ന ദൈവിക ഇടപെടൽ ഇതിനകത്തുണ്ട്. നിന്റെ സന്തോഷം, സമാധാനം, നിന്റെ വെളിച്ചം, നിന്റെ എറ്റേണിറ്റി, നീ ജീവിതത്തിൽ നിനക്ക് വേണ്ട സകലതും, everything is in this word. ഇന്ന് രാത്രി വെളിപ്പെടേണ്ടത് ജെറിനിൽ കൂടെ വെളിപ്പെടുന്ന ശബ്ദമല്ല. ഇന്ന് രാത്രി വെളിപ്പെടേണ്ടത് അവന്റെ വചനത്തിന്റെ ശക്തിയാണ്. കമോൺ, ഇന്ന് രാത്രി നീ കിടക്കുന്ന കിടപ്പിലാകട്ടെ, നീ ഇരിക്കുന്ന ഇരിപ്പിലാകട്ടെ, നീ കേൾക്കുന്ന ദൈവ ശബ്ദം അത് ദൈവശ്വാസീയമാകയാൽ ഈ വചനത്തിന്റെ ശക്തി ചിലതിന്റെ പവരത്തിനകത്ത് ഇന്ന് പകൽക്കാലം ചില ക്രിയേറ്റീവ് മിറക്കിൾസുകളെ വെളിപ്പെടുത്തുന്ന രീതിയിൽ ഒരു അസാധാരണ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറാം. ഒരു സാധാരണ ദൂത് കേട്ടിട്ട് പോകുന്ന ലാഘവത്തോടു കൂടി കേട്ടിട്ട് പോകരുത്. നിങ്ങൾക്ക് അതിനുള്ള ഫ്രീഡം ഉണ്ട്, കേട്ടിട്ട് വേണമെങ്കിൽ പോകാം. പക്ഷെ ഞാൻ ഇന്ന് രാത്രി ഇതിനകത്തിനെ കേൾക്കുന്ന ദൈവമക്കളോട് കൈമാറാം. നിന്റെ വീടിനകത്തിരിക്കുന്ന ബൈബിള് ദൈവത്തിന്റെ ശ്വാസമാണ്, ദൈവത്തിന്റെ ശക്തിയാണ്, ദൈവത്തിന് നിന്നോടുള്ള മറുപടിയാണ്, ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ കൽപ്പിച്ചാക്കാനുള്ള വിടുതലാണ്, സൗഖ്യമാണ്, നന്മയാണ്, പ്രോസ്പെരിറ്റിയാണ്. എനിക്കറിയില്ല എത്ര പേരിലേക്ക് ഈ ഒരു ദൂത് കയറി ചെല്ലുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കൊന്നറിയാം, പരിശുദ്ധാത്മാവ് ചിലതിനെ വചനത്തിന്റെ ശക്തിയിലേക്ക് കയറി വരാൻ കൽപ്പിക്കുകയാണ്. മാനുഷിക വാക്കുകൾക്ക് ചെവി കൊടുത്ത് നിന്നത് നിർത്തിയിട്ട് ഈ ദിവസങ്ങളിൽ ദൈവ ശബ്ദത്തിന് ചെവി കൊടുക്കുക. അത് നിന്നെ പരാജയപ്പെടുത്തത്തില്ല. അത് പരാജയപ്പെടുത്താൻ നോക്കിയവരുടെ മുന്നിൽ നിന്റെ തലയെ ഉയർത്തുന്നതാണ്. ഇന്ന് രാത്രി തല കുനിച്ചിരിക്കുന്ന ചിലതിനോട് ആത്മാവിൽ ഞാൻ പ്രവചിച്ച് കൈമാറാം. നിന്റെ തലയെ ഉയർത്തുവാൻ ശക്തിയുള്ളതാണ് നിന്റെ കയ്യിലിരിക്കുന്ന ദൈവ ശബ്ദം. എന്നോട് പരിശുദ്ധാത്മ ഭയങ്കര ശക്തമായിട്ട് കൈമാറുന്നു. ഇതിനകത്ത് പ്രവചനങ്ങൾ കേട്ടിട്ടും നാളുകളായി പ്രവചനം നിർവഹിക്കാതെ ആ ബ്ലോക്കായി കിടക്കുന്ന ചില മേഖലകൾ
ഇന്ന് രാത്രി നീ മാനസാന്തരപ്പെടാൻ തയ്യാറാണെങ്കിൽ, നീ വിധിയെഴുത്തുകൾ എഴുതുന്നത് നിർത്താൻ തയ്യാറാണെങ്കിൽ, ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ പ്രവചിച്ച് കൈമാറാം. ചില വാഗ്ദത്തങ്ങൾ ഇന്ന് പകൽക്കാലം ആക്റ്റീവായി തുടങ്ങാൻ പോകുകയാണ്. ചില ഭവനങ്ങൾക്കകത്ത് ഒരു ഭയങ്കര ദൈവിക ഇടപെടൽ സംഭവിക്കുന്നെന്ന് പരിശുദ്ധാത്മാവിനോട് കൈമാറാൻ പറയുകയാ. ചില ഭവനങ്ങൾക്കകത്ത് ആ ദൈവ ശബ്ദത്തിന്റെ, ദൈവത്തിന്റെ വചനത്തിന്റെ ജീവിപ്പിക്കുന്ന ശക്തി, ക്രിയേറ്റ് ചെയ്യുന്ന ശക്തി, ഉത്ഭവിപ്പിക്കുന്ന ശക്തി ഇന്ന് രാത്രി ആത്മാവിൽ വ്യാപരിക്കട്ടെ. ഓ ശ്മേരെ രേറ്റെ രേസെ ടേലെ. Glory to God, glory to God, glory to God. ദാനിയേലിന്റെ സിംഹ ഗുഹയ്ക്ക് ഒത്തിരി ചരിത്രം പറയാനുണ്ട്. ആ സിംഹത്തോട് ചോദിച്ച സിംഹത്തിന് ഒത്തിരി പേരെ കടിച്ചു കീറി തിന്ന ചരിത്രം പറയാനുണ്ട്. രാജാവിനും അവിടെ നിന്ന് പടയാളികൾക്കും ഇത് കണ്ടു നിന്ന ചരിത്രം പറയാനുണ്ട്. പക്ഷെ ദൈവ ശബ്ദത്തെ അനുസരിക്കുന്ന ഒരുവൻ അകത്തേക്ക് എറിയപ്പെട്ടപ്പോൾ അതുവരെ നടക്കാത്ത ഒന്ന് അവിടെ സംഭവിക്കുകയാണ്. വായിച്ച് മനസ്സിലാക്കിയവർക്ക് ഒന്ന് മനസ്സിലാകും. ദൈവ ശബ്ദത്തിന് അനുസരണം കാണിച്ച് മറ്റാരെയും ഭയപ്പെടാതെ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ശബ്ദം വായിച്ചപ്പോൾ എനിക്കൊന്ന് മനസ്സിലായി. എന്തോ ഭയങ്കര ധൈര്യം ഇവരുടെ അകത്തുണ്ടായിരുന്നു. ഒരു അസാധാരണ ധൈര്യം ഇതിനകത്തുണ്ടായിരുന്നു. നമ്മൾ പ്രതികൂലത്തിന്റെ പാറ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അകത്ത് കയറും. നമ്മൾ കൈയടിക്കാൻ ഭയങ്കര എക്സ്പേർട്ടുകളാണ്. നമ്മൾ അന്യഭാഷ പറയാൻ ഭയങ്കര എക്സ്പേർട്ടുകളാണ്. പക്ഷെ പ്രതികൂലങ്ങൾക്കകത്തേക്ക് സ്റ്റെപ്പിങ് ചെയ്യുമ്പോൾ നിന്റെ ഈ അന്യഭാഷയും, നിന്റെ ഈ പ്രാർത്ഥനയും, നിന്റെ ഈ ദൈവം നിങ്ങളോട് അരളി ചെയ്തിട്ടുള്ള ദൈവ ശബ്ദത്തിൽ ഉള്ള നിന്റെ വിശ്വാസവും, ഇന്ന് രാത്രി ദൈവം ചോദിക്കുക, എവിടെ പെർസിക്യൂഷൻ, പ്രോബ്ലംസ്, ടെംപ്ടേഷൻ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുന്നതിന്റെ പുറകിലത്തെ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, തെളിയിക്ക നീ ആരാണെന്ന് അവരിൽ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ ആത്മാവിൽ കൈമാറാം. അബ്രഹാം തെളിയിച്ചു, നോഹ തെളിയിച്ചു, ദാനിയേൽ തന്റെ സിംഹഗുഹയ്ക്കകത്ത് എറിയപ്പെടുന്നതിന് മുന്നേ അവൻ അറിയാമായിരുന്നു ഈ രാജാവ് പറയുന്ന കേട്ട് അനുസരിച്ചില്ലെങ്കിൽ വരാൻ പോകുന്നത് സിംഹത്തിന്റെ ഗുഹയാണെന്ന് അറിയാമായിരുന്നു. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ കേട്ട വാക്കിഞ്ഞനാണ്. അവൻ ഉണ്ടാക്കിയ, രാജാവ് ഉണ്ടാക്കിയ ബിംബത്തിന്റെ മുന്നിൽ കവിഴ്ന്ന് വീണ് ആരാധിച്ചില്ലെങ്കിൽ തീച്ചൂളക്കകത്ത് എറിയപ്പെടും എന്ന് പറഞ്ഞാൽ, പറയപ്പെട്ട വാക്കിനെ മറുതലിച്ചാൽ വരാൻ പോകുന്ന പ്രതികൂലം എന്തെന്ന് അറിഞ്ഞിട്ടും ദൈവത്തിലുള്ള വിശ്വാസത്തെ തെളിവാക്കി കാണിച്ചു. അവർ പ്രൂവ് ചെയ്തു, ഞങ്ങൾ വാക്കുകൊണ്ട് മാത്രം പറയുന്നവരല്ല, പ്രവൃത്തി അത് തെളിയിക്കുന്നവരാണെന്ന്. കമോൺ, ഞാൻ പറയട്ടെ, ആ തെളിവ് കാണിച്ചുകൊണ്ടാണ് ഈ വിശ്വാസം അവൻ മുകളിൽ നിന്നുകൊണ്ട് കാണിച്ചപ്പോൾ തന്നെ താഴെ സിംഹത്തിന്റെ വായ ദൈവം അടച്ചു. സിംഹത്തിന് ഒന്ന് പറയാനുണ്ട്, എടാ ഇതുവരെ എറിയപ്പെട്ടവർ താഴെ എത്തുന്നതിന് മുന്നേ ഞാൻ കയറി ചാടി വലിച്ചു കീറാറുണ്ടായിരുന്നു. പക്ഷെ എന്തെന്ന് അറിയില്ല, ഞാൻ വിശന്ന് ദിവസങ്ങളായി കിടക്കുകയാ, ഒന്ന് നോക്കി കിടക്കുകയാ. പക്ഷെ നോക്കിയേ, അവൻ അടുത്ത് വന്നിരിക്കുമ്പോഴും, അവൻ എന്റെ മുന്നിൽ വന്നിരിക്കുമ്പോഴും ഞാൻ അവന് പട്ടുമെത്തയായി മാറിയതല്ലാതെ എനിക്ക് അവനെ തൊടാൻ പോലും പറ്റിയില്ല. ബിക്കോസ് സിംഹത്തെ സൃഷ്ടിച്ച് സിംഹത്തിന്റെ മുകളിൽ ആധിപത്യം ചെലുത്തുവാനുള്ള അധികാരവും അനുഗ്രഹവും കിടക്കുന്നവനാണ് അനുഭവിക്കാത്ത കിടക്കുന്നത്. ഓ കമോൺ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സിംഹത്തകത്ത് കിടക്കുന്ന, സിംഹ ഗുഹയ്ക്കകത്ത് കിടക്കുന്ന സാധാരണപ്പെട്ടവനല്ല. സ്വരൂപവും സാദൃശ്യത്തിലും നിന്ന് അവന്റെ വിശ്വാസത്തെ തെളിവാക്കി കാണിച്ചവൻ അവൻ ഗുഹയ്ക്കകത്ത് വീഴുമ്പോൾ അവനിൽ ഉൽപ്പത്തിക്കകത്ത് തുറന്നിട്ട ഡൊമീനിയന്റെ അനുഗ്രഹം കിടക്കുകയാ. ആ അനുഗ്രഹം കിടക്കുന്നവൻ അവൻ സകലത്തിന്റെ മുകളിലും, ഉൽപ്പത്തി വായിച്ച് 2-ാമത്തെയും 1-ാമത്തെയും ഒക്കെ വായിക്കുമ്പോൾ സകല ഇഴജന്തുക്കളും സിംഹവും കരടിയും ഇതിന്റെ മുകളിലൊക്കെ വാഴ്ച നടത്താനുള്ള അധികാരം കൈമാറ്റപ്പെട്ടവനാ ഈ ഗുഹയ്ക്കകത്ത് കിടക്കുന്നത്.
അർത്ഥം സിംഹം പറയുന്നതല്ല ദാനിയേൽ കേൾക്കുന്നത്, ദാനിയേൽ പറയുന്നത് സിംഹം കേൾക്കും, അനുസരിക്കും, അച്ചടക്കത്തോടെ നിൽക്കും. പട്ടുമെത്തയായി കിടക്കാൻ പറഞ്ഞ പട്ടുമെത്തയായി കിടക്കും. കമോൺ, നിങ്ങൾ വേർഡ് വായിച്ചു വിടുകയല്ല, വേർഡിനകത്തുള്ള റെവലേഷനെ പിടിക്കാൻ നോക്കണം. ആത്മാവിൽ ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന ദൈവ ശബ്ദങ്ങളെ സ്വീകരിക്കാൻ പഠിക്കണം. നിന്റെ പ്രതികൂലത്തെ ആസ്വദിക്കുന്ന ഒരു വ്യക്തിത്വമായി നിങ്ങൾ മാറണം. നിങ്ങൾ വിചാരിക്കും പറയാം പാസ്റ്ററിന് ഭയങ്കര ഈസിയാണ്. എന്റെ അനുഭവം, എന്റെ അവസ്ഥ എനിക്കേ അറിയത്തുള്ളൂ. ഞാൻ ഒരു തീച്ചുളെ കൂടെ പോകുമ്പോഴും ഇന്നും ഒരു തീച്ചുകളെ കൂടെ പൊക്കോണ്ടായിരിക്കുന്നത്, ഇന്നും പ്രതിസന്ധികൾക്കകത്തൂടെ പൊക്കോണ്ടായിരിക്കുന്നത്. പക്ഷെ പലരും ഇന്നും ചോദിക്കാറുണ്ട്, എങ്ങനെ ഇത്ര സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്നു? ഞാൻ പറയുന്നു, ഞാൻ ഇവിടെ വന്നതും നിന്നതും എടുത്തതും ഒന്നും എന്റെ ഇഷ്ടത്തിലല്ലല്ലോ. എന്നെ അയച്ചവൻ ഒരുവനുണ്ട്, അവൻ വാക്കു പറഞ്ഞാൽ മാറാത്തവനാണ്. ഹല്ലേലൂയ. എനിക്ക് അനുഭവം ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ ഒന്ന് പറയാം, അനുഭവത്തിൽ നിന്നാ ഇത് പ്രസംഗിക്കുന്നത് കേട്ടോ. ഈ ദൂത് പ്രസംഗിക്കുന്ന ഭയങ്കര അനുഭവത്തിൽ നിന്നുകൊണ്ടാ, വേദനയുടെ നല്ല മൂർഖ്യത്തിൽ നിന്നുകൊണ്ടാ ഇത് പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ചുമ്മാ പ്രസംഗിക്കുകയല്ല, ഭയങ്കര ശക്തിയോടെ പ്രസംഗിക്കുന്നത്. നീ തെളിവാക്കി കാണിക്കാൻ തയ്യാറാകണം. ആരൊക്കെ നിന്നെ തോൽപ്പിച്ച് കളഞ്ഞെന്ന് പറഞ്ഞാലും, ആരൊക്കെ നിന്നോട് പറയട്ടെ ദൈവം നിന്റെ ജീവിതത്തിൽ ഇനി പ്രവർത്തിക്കത്തില്ല എന്ന് പറയുമ്പോൾ അവരുടെ മുഖത്ത് നോക്കി ചിരിച്ചു പറയാൻ പറ്റണം, കുഴപ്പമില്ല, ഇത് നിന്റെ വാക്കാ. ഇതിന്റെ മുകളിൽ വാഴുന്ന ഒരു വാക്ക് എന്റെ മേൽ കിടപ്പുണ്ട്. ആ വാക്ക് എന്റെ മേൽ കിടക്കുന്ന നാൾ അത്രയും നീ എന്തൊക്കെ പറഞ്ഞാലും അതിനൊന്നും സംഭവിക്കാൻ ദൈവം അനുവദിക്കത്തില്ല എന്ന് നല്ല ധൈര്യത്തോടെ പറയുന്ന ഒരു തലമുറ ഇതിനകത്തുനിന്ന് എഴുന്നേക്കണം. ശദ്രക്കും മേശക്കും അബേദ്നെഗോവ് ഭയങ്കര പ്രതികൂലം മുന്നിൽ കണ്ടപ്പോഴും പറയുന്ന ഒന്നുണ്ട്, ഞങ്ങൾ കുമ്പിടത്തില്ല. തെളിവാക്കുകയാ, തെളിവായി കാണിക്കുക, പ്രൂവ് ചെയ്ത് കാണിക്കുകയാ. അവന് ദൈവത്തിലുള്ള ഉറപ്പ്. പൗലോസും ശീലാസും കാരാഗ്രഹത്തിനകത്ത് അടികൊണ്ട് മുറിവേറ്റ് പുറം മൊത്തം മുറിഞ്ഞ്, ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ പൊളന്ന്, നടു അടി കൊണ്ട് പൊളന്ന് കിടക്കുകയാ. അടി കൊണ്ട് മുറിഞ്ഞ് പൊളന്ന് കിടക്കുന്ന നടുവും ശരീരവും ഉൾപ്പെട്ടിരിക്കുന്ന ആ അവസ്ഥയിൽ ഏറ്റവും അകത്ത് കൂരിരുട്ടിനകത്ത് കൊണ്ട് ആമത്തിൽ കൊണ്ട് കൈയും കാലും എല്ലാം പൂട്ടിയിട്ടിരിക്കുമ്പോഴും അവിടെ കിടന്നും പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുകയാണ്. അവിടെ കിടന്ന് ദൈവത്തെ കുറ്റം പറയുകയല്ല. ഇവരെല്ലാം ദൈവത്തിലുള്ള വിശ്വാസത്തെ തെളിവാക്കിയപ്പോൾ കിട്ടിയത് അംഗീകാരമല്ല, കിട്ടിയത് ശോധനയുടെ അടിത്തട്ടുകളാണ്. പക്ഷെ ഈ ശോധനകൾക്കകത്തും ദൈവ സാന്നിധ്യം അവരുടെ അകത്തുണ്ടായത് കൊണ്ട് ഈ ശോധനകൾക്കൊന്നും അവരെ തകർക്കാൻ പറ്റിയില്ല, അവരെ വീഴ്ത്തിക്കളയാൻ പറ്റിയില്ല. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ഒരു നടുവേദന വന്ന അന്ന് നമ്മൾ സൺഡേ ചർച്ചിൽ പോകത്തില്ല, ഒരു കാലുവേദന വന്നാൽ നമ്മൾ ചർച്ചിൽ പോകത്തില്ല. ചിലരുണ്ട് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കും, പ്രാർത്ഥിച്ചിട്ട് അവിടെ മീൻ പൊരിക്കുന്ന മണം ഏൽക്കുമ്പോഴത്തേനും നമ്മൾ ഇവിടെ ഉപവാസം ബ്രേക്ക് ചെയ്യും. ഇതൊക്കെ ചിലര് പറയും, ഞങ്ങൾ അങ്ങനൊന്നുമല്ല, ചിലരൊക്കെ അങ്ങനെയാണ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, തെളിയിക്കേണ്ട ടൈമുകളിൽ നീ തെളിയിച്ചാൽ നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം തെളിവായി വെളിപ്പെട്ടു വരും. അതിന് നീ പ്രൊഫറ്റുമാരുടെ പുറകെ ഓടേണ്ട ആവശ്യമില്ല. ദൈവശബ്ദത്തോട് അനുസരണം കാണിക്കുന്നവന്റെ ജീവിതത്തിൽ ദൈവശബ്ദം ക്രിയേറ്റായി വെളിപ്പെട്ടു വരും. ഞാൻ നിങ്ങളോട് നിന്ന് പറയാം, നിങ്ങളുടെ മേൽ എല്ലാവരുടെ മേലും ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തം നിങ്ങളുടെ മേൽ കിടക്കുകയാണ്. നിങ്ങൾ ആ വാഗ്ദത്തം, അതിനൊരു എക്സാമ്പിൾ പറഞ്ഞ് ഞാനത് പറയാം. ഓരോ ക്ലാസ്സിലും ഓരോ പിള്ളേർ പഠിക്കുന്നുണ്ട്. 7th നീ എക്സാം എഴുതി നിന്നെ തന്നെ പ്രൂവ് ചെയ്ത് 8th കയറാൻ നീ പ്രാഗൽഭ്യം ഉള്ളവനാണെന്ന് തെളിയിക്കുമ്പോഴാണ് പാസ് ആൻഡ് പ്രൊമോട്ടഡ് ടു 8th സ്റ്റാൻഡേർഡ് എന്ന് എഴുതി വരും റിപ്പോർട്ട് കാർഡിനകത്ത്. എന്താ? ആ പൈതൽ 7ാം ക്ലാസ്സിൽ എക്സാം എഴുതി തെളിയിച്ച് കാണിച്ചു, 8th കയറാൻ എനിക്ക് ഇപ്പോൾ പറ്റും എന്ന്. ഇതുപോലെ ഒരു സ്കൂളിൽ ചേർന്നവൻ അറിയാം, 1st ഉണ്ട്, 2nd ഉണ്ട്, 3rd ഉണ്ട്, 10th ഉണ്ട്, 12th ഉണ്ട്, ഡിഗ്രി ഉണ്ട്, മാസ്റ്റേഴ്സ് ഉണ്ട്. ഇതെല്ലാം അറിഞ്ഞിട്ടാണ് ഇവൻ കയറുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ മേൽ വാഗ്ദത്തം ഉണ്ടെന്ന് അറിഞ്ഞു വേണം നിങ്ങൾ ഇരിക്കാൻ.
പക്ഷെ ഓരോ വാഗ്ദത്വവും ഡിലേ ആകുന്നതിന്റെ പുറകിൽ ഒറ്റ കാരണമേ ഉള്ളൂ, നീ ചിലതിൽ തെളിവായി വരുന്നില്ല, നീ ചിലതിൽ നിന്നെ തന്നെ തെളിയിക്കുന്നില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന, ഞാൻ പകൽ എന്ന് പറയുന്നോണ്ടൊന്നും തോന്നരുത്, ഇവിടെ പകല. അതുകൊണ്ടാണ് ഞാൻ ഈ പകൽ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ചിന്തിക്കണം, ഇന്ന് രാത്രി നിങ്ങൾ ഈ ദൈവ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ മേൽ കിടക്കുന്ന വാഗ്ദത്തങ്ങളുണ്ട്. ഞാൻ ഈ ദൂതെടുത്ത് സംസാരിക്കുമ്പോഴൊക്കെ എന്നോട് പരിശുദ്ധാത്മാവ് വീണ്ടും വീണ്ടും പറയുന്ന ഒരു വാക്കാണ്, അനേകർ ഇതിനകത്ത് വാഗ്ദത്തത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന ചിലതെന്നെ കേൾക്കുന്നുണ്ട്. പല നാളുകളായി വാഗ്ദത്തം നിറവേറാത്തോണ്ട് എനിക്ക് പേരൊക്കെ എടുത്ത് ദൂത് പറയണമെന്നുണ്ട്. പക്ഷെ അങ്ങനെ പോയാൽ പിന്നെ പ്രൊഫറ്റിക്കലി അസെക്ഷൻ ആയി പോകും. പക്ഷെ എനിക്ക് ആ വേർഡിനകത്ത് നിന്നുകൊണ്ട് നിങ്ങളോട് ആ ദൂത് കൈമാറാൻ കുറച്ചുകൂടി ഇഷ്ടമായത് കൊണ്ട് അങ്ങ് നിൽക്കുകയാ. ഞാൻ പറയട്ടെ, ഇതിനകത്ത് ഒത്തിരി പേരുടെ മേൽ വാഗ്ദത്തം കിടക്കുകയാ, കുന്നുകേറി കിടക്കുകയാ. പക്ഷെ തെളിവാകേണ്ട സ്ഥാനത്ത്, നിന്നെ തെളിയിക്കേണ്ട സ്ഥാനത്ത് നീ നിന്നെ തന്നെ തെളിയിക്കാത്തത് കൊണ്ട് പലതും ഇന്നും വിത്ത് ഹോൾഡ് ചെയ്തപ്പെട്ട് കിടക്കുകയാ, പിടിച്ച് നിർത്തപ്പെട്ടിരിക്കുകയാ. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവാത്മാവ് നിങ്ങളോട് പറയുന്ന ഒരു ദൂതാണ്, ഇന്ന് രാത്രി ചില മേഖലകളിൽ നിങ്ങളെ തന്നെ തെളിയിക്കണം. ചിലരിപ്പോ ചിന്തിക്കുന്നുണ്ടായിരിക്കും, എന്താണ് ഈ തെളിയിക്കേണ്ടത്? നിന്നോട് ദൈവം പറഞ്ഞിട്ടുള്ള വിശുദ്ധി നീ തെളിയിക്കണം, വേർപാട് നീ തെളിയിക്കണം, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നീ നിൽക്കണം. ഞാന് ഈ വാഗ്ദത്തങ്ങൾ മാറിപ്പോകുന്നതിന്റെ 1-2 കാര്യങ്ങൾ ഞാൻ പറയും. ഈ മറുതലിക്കുന്ന പരിപാടി അങ്ങ് നിർത്തണം. ഇസ്രായേൽ മക്കളെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, മറുതലിച്ചത് കൊണ്ട് ദിവസങ്ങൾ കൊണ്ട് എത്താവുന്നത് വർഷങ്ങൾ കൊണ്ട് എത്തിയത്. പിന്നെ എത്തേണ്ടവരൊന്നും എത്തിയില്ല. അപ്പൊ അതുകൊണ്ട് വാഗ്ദത്തം കേട്ടിട്ടിരിക്കുന്ന 1, മറുതലിക്കരുത്. 2, വിധിക്കരുത്. ഈ വിധി എഴുതുന്ന പരിപാടിയൊക്കെ അങ്ങ് മാറ്റിവെക്കണം. നിങ്ങളുടെ ബുദ്ധിക്ക് അളക്കാൻ പറ്റാത്തതാണോ, അങ്ങ് വിട്ടേക്ക്. ഞാൻ പറയാം, അങ്ങ് വിട്ടേക്ക്. നമ്മൾ ആരുമല്ല ഇതിനൊന്നും മാർക്കിടാൻ. ഞാൻ പണ്ട് ദൂതന്മാരെ കുറിച്ച് പലരും പറയുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ടോ ചുമ്മാതെ ദുരുപദേശമാണെന്ന് ചിന്തിക്കാറുണ്ടായിരുന്നു. ഞാനത് ചിന്തിച്ചതിന്റെ പുറകിലത്തെ റീസൺ വേറെ ഒന്നുമല്ല, എന്റെ ജീവിതത്തിൽ അത് വെളിവായി വന്നില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചോ തെറ്റാ. പക്ഷെ പിന്നെ ഞാൻ വചനം കൂടുതൽ പഠിച്ചപ്പോൾ എനിക്കൊന്ന് മനസ്സിലായി, ഇത് എന്റെ ജീവിതത്തിൽ വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടാൽ ഇതിനെ തെളിവാക്കി തരാൻ ദൈവം ശക്തനാ. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ പല മേഖലകളിൽ, പല സാഹചര്യങ്ങൾ എന്റെ റൂമിനകത്തും എന്റെ ജീവിതത്തിനകത്തും ഏഞ്ചലിക് വിസിറ്റേഷനുകൾ ഉണ്ടായപ്പോൾ എനിക്ക് മനസ്സിലായി അത് യാഥാർത്ഥ്യമാണെന്ന്. ഞാൻ ചുമ്മാ പറയുന്നതല്ല. അതുപോലെ തന്നെ പ്രവചനപരം എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. പ്രവചനങ്ങൾ നടക്കുമോ എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ച് മറുതലിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ പ്രവചനത്തിനകത്താ ഈ ദേശത്തായിരിക്കുന്നത്. ഇതെല്ലാം എന്നോടുള്ള പ്രവചന ശബ്ദങ്ങളായിരുന്നു. പക്ഷെ അന്ന് ഈ ദൂത് കേൾക്കുമ്പോൾ ഞാൻ പറയും ഇതൊന്നും നടക്കത്തില്ല. പക്ഷെ പിന്നത്തേതിൽ ദൈവത്തോട് കൂടുതൽ അടുത്തപ്പോൾ എനിക്കൊന്ന് മനസ്സിലായി, ഒരു പൊട്ടനെ പോലെ, ഒരു സാധാരണ വെറും മനുഷ്യനെ പോലെ നീ ദൈവ ശബ്ദത്തെ കണ്ണടച്ച് ഒരു ഭ്രാന്തനെ പോലെ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, നീ വിശ്വസിച്ച് അതിന് ആമേൻ പറയാൻ തയ്യാറാണെങ്കിൽ, നീ അതിനെതിരെ മറുതലിക്കാൻ തയ്യാറാണെങ്കിൽ, നീ അതിനെതിരെ മറുതലിക്കാതിരിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ അതൊക്കെ നിറവേറും. നീ അതൊക്കെ കാണും, നീ അതൊക്കെ അനുഭവിക്കും. നിന്റെ ജീവിതത്തിൽ ആ നന്മകളൊക്കെ ദൈവം തുറക്കും. നീ അതിലേക്ക് കയറി നിന്ന് നീ ആരാണെന്ന് ദൈവം നിന്റെ ജീവിതത്തിൽ തെളിവാക്കി തരുന്ന ഒരു നല്ല ദൈവത്തെയാ, വിശ്വസ്തനായ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. അതുകൊണ്ട് വചനം പ്രവചന പുസ്തകത്തിൽ നിന്നുകൊണ്ട് ഞാൻ കൈമാറാം. അവന്റെ വചനങ്ങൾ ഒന്നും, അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ഒരു വചനം പോലും അത് വൃഥ മടങ്ങി വരുന്നില്ല. അത് അയച്ചതിന്റെ പുറകിൽ ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തെ നിർവഹിച്ച് ആ ഉദ്ദേശത്തിന്റെ പൂർത്തീകരണത്തെ വരുത്തി അത് മടങ്ങി വരികയല്ലാതെ അത് അതുവരെ മടങ്ങി വരുന്നില്ല. അർത്ഥം, നീ നിന്നെ തന്നെ ഒന്ന് റെഡിയാക്കാൻ ഇന്ന് രാത്രി തയ്യാറാണെങ്കിൽ നിങ്ങളുടെ മേൽ കിടക്കുന്ന ചില ദൈവ ശബ്ദങ്ങൾ തുറന്നു തരാൻ ദൈവം ശക്തനാണ്. എന്നെ കേൾക്കുന്ന ചില ഡിവൈസുകളെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിച്ച് ദൂത് കൈമാറാം. ദീപ്തി സിസ്റ്ററിനോട് ഞാൻ ആത്മാവിൽ ഈ ദൂത് കൈമാറുകയാണ്. ഞാൻ ജെസ്സി എന്ന് പറഞ്ഞ് കേൾക്കുന്ന ആ ഡിവൈസിനകത്ത് നോക്കി ഞാൻ ആത്മാവിൽ ഈ ദൂത് നിങ്ങളോട് കൈമാറുകയാണ്. എന്നെ കേൾക്കുന്ന ജെസ്സി കെ എന്ന് പറഞ്ഞ ആ ഡിവൈസിനകത്തിരിക്കുന്ന ആ സഹോദരിയോട് ഞാൻ ഈ ദൂത് കൈമാറുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം അരുളി ചെയ്ത ചില ദൂതുകളുണ്ട്. അതിനെ ഈ ദിവസങ്ങളിൽ തുറന്ന ഹൃദയത്തോടെ സ്വീകരിക്കാനും തുറന്ന ഹൃദയത്തോടെ അതിന് ആമേൻ പറയാനും
അതിനുവേണ്ടി വില കൊടുത്ത് അത് തെളിവാക്കി വെളിപ്പെടുത്തി ദൈവം കാണിക്കുവാൻ നിങ്ങളെ തന്നെ ദൈവസന്നിധി റെഡിയാക്കി കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ ആത്മാവിൽ കൈമാറാം. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദൂതുകളെ നിർവഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കറിയാം എന്റെ മുന്നിൽ തന്നിരിക്കുന്ന സമയം കഴിഞ്ഞെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. പക്ഷെ ഞാൻ 1-2 മിനിറ്റും കൂടെ എടുത്ത് ഒരു കാര്യം കൂടെ മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ആകാശവും ഭൂമിയും അവയെല്ലാം മാറിപ്പോകും. അതിലൊന്നും നിങ്ങൾ ആശ്രയിക്കരുത്. അതിലൊന്നും ആയിരിക്കില്ല നിങ്ങളുടെ ആശ്രയം. നിങ്ങളോട് അരുളി ചെയ്ത ഒരു ദൈവ ശബ്ദമുണ്ട്. നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ചില ദൈവ ശബ്ദങ്ങളുണ്ട്. നിങ്ങളോട് ചില ഭാരപ്പെട്ടിരുന്ന അവസ്ഥകളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ, നിങ്ങൾ ബൈബിൾ തുറന്ന് വായിച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ചില ദൈവ ശബ്ദങ്ങളുണ്ട്. അതെല്ലാത്തിന്റെ പുറകിൽ ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. ആ പർപ്പസ് ഇന്ന് രാത്രി നിർവഹിച്ച് ദൈവം തരാൻ ശക്തനാണ്. അവൻ മാറിയിട്ടില്ല, ഒരു നാളും മാറുകയുമില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവി കൈമാറാം. ദൈവം നിങ്ങളോട് കൈമാറുന്ന ദൈവ ശബ്ദങ്ങളെ ഉറച്ചു പിടിക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഉറച്ചു പിടിക്കാൻ തയ്യാറാകണം. ഇന്ന് രാത്രി അങ്ങനെ ഉറച്ചു പിടിക്കുന്ന ചില ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറാം. ദൈവം ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചിലതിനെ മടക്കി തരാൻ ദൈവം ശക്തനാണ്. ഈ നഷ്ടപ്പെട്ട് ആയിരിക്കുന്ന ചില വ്യക്തികളോട്, ചിലതൊക്കെ നഷ്ടപ്പെട്ട് ഈ നഷ്ടം സംഭവിച്ച അതിന്റെ വേദനയ്ക്കകത്തായിരിക്കുന്ന ചില വ്യക്തികളോട് ഞാൻ ആത്മാവിൽ ദൈവാത്മാവനോട് പ്രവചിക്കാൻ പറയുന്നു. നിന്റെ നഷ്ടപ്പെട്ട ചിലതിനെ നിന്നിലേക്ക് കൊണ്ടെത്തിക്കാൻ ദൈവത്തിന്റെ ശബ്ദത്തിന് കഴിയും. ദൈവത്തിന്റെ ശബ്ദത്തിന് കഴിയും. ഇന്ന് രാത്രി കേൾക്കുന്ന ദൈവ ശബ്ദത്തിന്റെ മുന്നിൽ നീ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നഷ്ടപ്പെട്ട ചിലത് ഉള്ളതുപോലെ വിളിച്ചു കൊണ്ടുവന്ന് എത്തിക്കാൻ എന്റെ ദൈവം ശക്തനാ. എബ്രായർ 4:12 വായിക്കുമ്പോൾ അതിന്റെ തുടക്കം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, For the word of God is alive and active. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ശബ്ദം അത് ജീവനോടെ ഇരിക്കുന്നു, അത് ആക്റ്റീവായി ഇരിക്കുന്നു. അർത്ഥം അത് ഇന്നും നിങ്ങൾ ഈ കേട്ടോണ്ടിരിക്കുമ്പോൾ അത് ചലിച്ചോണ്ടിരിക്കുന്നുണ്ടെന്ന് അതിന്റെ അർത്ഥം. അതിനകത്ത് ജീവനുണ്ടെന്ന് അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം ഇന്ന് നിന്റെ നിർജീവത്വത്തെ മാറ്റാൻ, ഇന്ന് നിന്റെ മരിച്ചു കിടക്കുന്ന അവസ്ഥകളെ മാറ്റാൻ, ഇന്ന് രാത്രി നിങ്ങളെ അസ്തമിച്ചു പോയി എന്ന് ഇനി ഒരിക്കലും പൊങ്ങി വരത്തില്ല എന്ന് പറഞ്ഞായിരിക്കുന്ന മേഖലകളിൽ നിനക്കായി ഇറങ്ങി പ്രവർത്തിക്കാൻ ഒരു ശക്തിയുള്ള ദൈവശബ്ദമുണ്ടെന്ന് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ കൈമാറുമ്പോൾ അതിനെ സ്വീകരിക്കുന്ന ദൈവമക്കൾ ഒരു നിമിഷം കണ്ണുകളെ അടച്ച്, ഒരു നിമിഷം തലകളെ വണക്ക്, പറ്റുമെങ്കിൽ അന്യഭാഷകളിൽ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയുടെ അവസാനത്തെ സെക്ഷനിൽ നിങ്ങൾ കേൾക്കുന്ന ദൈവ ശബ്ദം, 1, അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലേക്കും മടങ്ങി വരിക. 2, അവൻ നിങ്ങളോട് അരുളി ചെയ്ത വാക്കുകൾ ഒന്നും മാറുന്നില്ല. അത് ഊവെന്ന് തന്നെ ആകയാൽ അവ മാറുന്നില്ല. ആകാശവും ഭൂമിയും അത് മാറിപ്പോയാലും അവൻ നിങ്ങളോട് അരുളി ചെയ്ത ദൈവ ശബ്ദങ്ങൾ അത് ഒരു നാളും മാറിപ്പോകുന്നില്ല എന്നുള്ള ഉറപ്പ് ഇന്ന് രാത്രി ഒരു പ്രാവശ്യം കൂടെ പരിശുദ്ധാത്മാവ് ചിലതിനോട് ഇടപെടുകയാ. ചിലതിന്റെ ഹൃദയത്തിനകത്തേക്ക് ഈ ശബ്ദം തറച്ചു കയറട്ടെ. ഇന്ന് രാത്രി ദൈവ ശബ്ദത്തിനകത്ത് ജനം ഉറക്കട്ടെ. ദൈവത്തിന്റെ ശബ്ദത്തിനകത്ത് ഉറക്കട്ടെ. നിന്റെ മുറിക്കകത്ത്, നിന്റെ ഭവനത്തിനകത്ത് നിന്നെ ക്ഷീണിപ്പിക്കുന്ന, നിന്നെ തളർത്തുന്ന, നിന്നെ വീഴ്ത്തുന്ന, നിന്നെ നശിപ്പിക്കാൻ നോക്കുന്ന മേഖലകൾക്കകത്തേക്ക് ഇന്ന് രാത്രി ദൈവശബ്ദം. The power of word, the power of the Almighty ഇന്ന് രാത്രി നിങ്ങളിലേക്ക് അത് വ്യാപരിക്കട്ടെ. നിങ്ങളുടെ അസ്ഥിമജ്ജകളിലേക്ക് അത് തറച്ചു കയറട്ടെ. ക്ഷീണിച്ച് കിടക്കുന്ന കണ്ണുനീരോടെ ഈ മീറ്റിങ്ങിന് കയറുന്നതിന് മുന്നേ പോലും പ്രാർത്ഥിച്ച് കണ്ണുനീരോടെ കയറിയ ചിലരുണ്ട്.
അവരോട് ആത്മാവ് പ്രവചിക്കുകയാ, നിന്നോടുള്ള വാഗ്ദത്തങ്ങൾ തീർന്നിട്ടില്ല, നിന്നോടുള്ള ദൈവ ശബ്ദങ്ങൾ അസ്തമിച്ചിട്ടില്ല, നിന്നോടുള്ള ദൈവിക നീതി. ഓ, ചിലത് നീതി കിട്ടാതെ കിടക്കുന്ന ചില മേഖലകളിൽ ചില നീതി ദൈവം വെളിപ്പെടുത്തുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് പ്രവചിക്കാൻ പറയുകയാ. നീ പരിശ്രമിച്ചിട്ടും നീതി ലഭിക്കാതെ കിടക്കുന്ന ചില മേഖലകൾക്കകത്ത് നീതിമാന്റെ നീതി വെളിപ്പെട്ടു വരും. അവൻ നീതിയോട് അഭിഷേകത്തിൽ കണക്കിടും, നീതിയോടെ നിന്റെ തലയെ ഉയർത്തും, നിനക്കൊരു മാന്യത തന്ന് നിന്നെ ഉയർത്തുമെന്ന് പരിശുദ്ധാത്മാവ് കൈമാറുകയാ. അത് സ്വീകരിക്കുക. എന്നോട് ദൈവം പറഞ്ഞത്, 2-ൽ പരം വ്യക്തികൾ ഇന്ന് രാത്രി എന്നെ അതിനകത്ത് കേൾക്കുന്നുണ്ട്. ആ വ്യക്തികൾ ഇന്ന് രാത്രി നീതി ലഭിക്കാതെ കിടക്കുന്ന മേഖലകളുടെ മേൽ ദൈവത്തിന്റെ ശബ്ദം നീതിപ്പെട്ടു വരട്ടെ. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും വായികളെ തുറന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. പ്രതികൂലത്തിന്റെ അടിത്തട്ടിൽ നിൽക്കുന്ന ചില വ്യക്തികൾ, എന്നെ സഹായിക്കാൻ ആര് വരുമെന്ന് പറഞ്ഞ്, സഹായം എവിടെ നിന്ന് വരുമെന്ന് പറഞ്ഞ് ആകുലപ്പെട്ടായിരിക്കുന്ന ചില മേഖലകൾക്കകത്തേക്ക് ഇന്ന് പകൽക്കാലം ദൈവ ശബ്ദം ഇറങ്ങിച്ചെന്ന് ദൈവാത്മ പറയുക, നിന്റെ സഹായം നിനക്ക് വേറെ എങ്ങൊന്നും ലഭിക്കത്തില്ല എന്ന് മനുഷ്യൻ വിധി എഴുതിയെങ്കിൽ ദൈവാത്മ പറയുന്നു, നിനക്ക് സഹായമായി ഞാൻ ഇറങ്ങി വരാൻ വിശ്വസ്തനായ ദൈവമാണെന്ന് എന്നോട് ദൈവാത്മ ഭയങ്കര ശക്തമായി ആ ദൂത് കൈമാറാൻ പറയുകയാ. ഓ ഷാബ രഥ ലസി കേരെ ജുഡാല മറാഖാൻ തലബാസി അറ്റോലോ പ്രബോനിയ രസെ കെറ്റലെ രധോനിയാം ഷമാനിയാം തലബ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് തിരു ശബ്ദത്തിന്റെ മുന്നിലേക്ക് അടുത്തു വരുന്നു. ആത്മാവ് ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. ദൈവത്തിന്റെ വലിയ ഇടപെടലുകൾ ഇന്ന് രാത്രികാലം സംഭവിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുകയാണ്. അപ്പാ, ആകാശവും ഭൂമിയും മാറിപ്പോകുമല്ലോ, പക്ഷെ അങ്ങ് ഞങ്ങളോട് അരുളി ചെയ്തിരിക്കുന്ന ഓരോ ശബ്ദങ്ങൾ, ഓരോ ദൈവവചനങ്ങൾ ഞങ്ങൾ ഇന്ന് രാത്രി ഒന്നുകൂടെ കയറി വിശ്വസിക്കുകയാ. അവ ഒരു നാളും മാറിപ്പോകുകയില്ല. അത് നടക്കും, അത് സംഭവിക്കും. പലരും അത് നടക്കത്തില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിൽ തന്നെ, അവരുടെ കണ്ണ് കാണുക തന്നെ അത് വെളിപ്പെട്ടു വരുന്നത് ദൈവം ഈ ദിവസങ്ങളിൽ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. കണ്ണുനീരോടെ ഇതിനകത്തായിരിക്കുന്ന വ്യക്തി ജീവിതത്തിനകത്ത് നൃത്തത്തോടെ അവർ എഴുന്നേക്കുന്ന കാലഘട്ടങ്ങളായി, മാസങ്ങളായി ദൈവാത്മാവ് ഈ വരുന്ന മാസങ്ങൾ മാറ്റുന്നതിനായി ഞങ്ങൾ നന്ദി പറയുകയാണ്. ദൈവത്തിന്റെ വലിയ ഇടപെടലുകൾ വ്യാപരിക്കട്ടെ. ദൈവമേ, അങ്ങയുടെ ശബ്ദം ഇന്ന് രാത്രികാലം അവരിലേക്ക് എത്തിയതിന്റെ പുറകിലത്തെ പർപ്പസുകൾ ഇന്ന് ഈ നിമിഷം മുതൽ അത് തുടങ്ങുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അത് അവരിൽ പൂർത്തീകരിക്കട്ടെ. തിരുനാമം ചൊല്ലി ഇതിനകത്ത് കൂടി ചേർന്നിരിക്കുന്ന എല്ലാ വ്യക്തികളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരിൽ അനുഗ്രഹം വെളിപ്പെട്ടു വരട്ടെ. തിരുനാമത്തിൽ അവർ പ്രസിദ്ധരാകട്ടെ. അനേകരുടെ ജീവിതത്തിൽ നന്മയായി, അനുഗ്രഹമായി ഇതിനകത്തുള്ള ഓരോ വ്യക്തികളും മാറട്ടെ എന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം ചൊല്ലി ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുകയാണ്. ബലപ്പെടുത്തിയനായി സ്തോത്രം. സകലമാനവും മഹത്വവും പുകഴ്ച അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപമൂലം കേട്ടുത്തരമരുളുമാറാകണേ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഈ തിരുവചനത്താൽ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സമയം തന്ന ദൈവദാസനോടും കുടുംബത്തോടും ഇതുവരെ എന്നെ കേട്ടിരുന്ന ദൈവമക്കളോടും എല്ലാവരോടും ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മൈ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു പാസ്റ്റർ ജെറിൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യ കടന്നു വരികയും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത നല്ല സാക്ഷിയായി വചനത്തിന് നല്ല വെളിപ്പാടുകൾ ഇന്ന് രാത്രി കൈമാറ്റം ചെയ്ത കർത്തദാസൻ ജെറിനുള്ള നന്ദിയെ വ്യക്തിപരമായ പേരിൽ ഹല്ലേലൂയ ശ്രോതം ഞാൻ അറിയിക്കുകയാണ്. കർത്തദാസ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. തന്റെ വാക്കുകൾ, പ്രവചന ശബ്ദങ്ങൾ, ദൈവിക ദൂതുകൾ, ആഴമേറിയ ചിന്തകൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തന്റെ അഭിഷേക് കൂടി കൈമാറ്റം ചെയ്യുവാൻ ഇടയെ തുറന്നല്ലോ. ഹല്ലേലൂയ. ശ്രോതദാസനെ ശുശ്രൂഷകളെ ഒക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, ഇന്ന് രാത്രി നാം കേൾക്കപ്പെട്ട ദൈവവചനത്തുമേ സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് എത്ര വ്യക്തമായി നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ വചനം അതിവേഗം ഓടുന്നുമെന്നും എന്റെ വായിൽ പുറപ്പെടും എന്റെ വചനം അത് ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുമെന്ന് 1-ാം ദിവസം മുതലേ കേൾക്കുന്ന ഒരു ദൈവിക ദൂതാണ്. ഹല്ലേലൂയ. ഈ 6-ാം ദിവസം അതിന് വലിയ ഉറപ്പോടുകൂടി ആ നിശ്ചയത്തോടു കൂടി പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചല്ലോ. ഹല്ലേലൂയ. അത് ഈ സ്തോത്രം നമ്മെ വിളിച്ചിരിക്കുന്ന വിളി ഉന്നതമാണ്. നമ്മുടെ മേലുള്ള വാഴാനാണ്, സകലതയും വാഴാനാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. വചനം പറയുന്നു, ഹല്ലേലൂയ, ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതികളുടെയും സകല ഭൂചര ജന്തുമേലും വാഴുവീൻ എന്ന് അവരോട് കൽപ്പിച്ചു എന്ന് തുടങ്ങുന്ന ആ വാക്കുകളുടെ വെളിപ്പാടുകൾ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ അതെ വാഴുവാനാണ് നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. അതേ ഇഷ്ടം നമ്മൾ കീഴ്പ്പെടാനല്ല, വാഴുവാൻ, അധികാരത്തോടെ സംസാരിപ്പാൻ, അധികാരത്തോടെ ഹല്ലേലൂയ തല ഉയർത്തുവാൻ. സ്തോത്രം. അധികാരം നമ്മെ കാണുമ്പോൾ ചിലത് ഹല്ലേലൂയ അതേ അഭിഷിക്തനായ അതേ വാഴുവാൻ വന്ന ഹല്ലേലൂയ ദാനിയേലിന്റെ മുൻപിൽ ഒരു സിംഹം വായടച്ച് ഹല്ലേലൂയ അവന്റെ പത്തി മടക്കി കീഴ്പ്പെട്ടതുപോലെ ദൈവമക്കളെ നമ്മുടെ മേലുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയെയും നമ്മുടെ മേലുള്ള ദൈവിക വാക്തത്വങ്ങളെയും ദൈവവചനത്തിന്റെ നിവൃത്തികളെയും നമ്മൾ ഈ ദിവസങ്ങൾ ധ്യാനിച്ച് നമ്മൾ ആരാണ് ബോധ്യത്തോടെ മടങ്ങി വന്നാൽ ചിലതൊക്കെ കീഴ്പ്പെടുകയാണ്. ഹല്ലേലൂയ. ചില ദൈവിക നമ്മൾ ആരാണെന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വാക്തത്വങ്ങളുടെ നിവൃത്തികൾ നമ്മുടെ വെളിപ്പെട്ടു വരികയാണ്. ഹല്ലേലൂയ. ഞാനല്ല, പൗലോസ് പറയുന്നു, എന്നിലുള്ള ദൈവകൃപ അത്രേ. ഹല്ലേലൂയ. ആകയാൽ ഇന്ന് പകൽക്കാലം ഈ രാത്രികാലം കേൾക്കപ്പെട്ട വചനത്തുമ്പിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ഹല്ലേലൂയ. ക്രിയ ചെയ്യുന്ന, ജീവൻ തരുന്ന ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. അത് നമ്മെ എഴുന്നേൽപ്പിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന, നമ്മെ ഹല്ലേലൂയ ശക്തരാക്കുന്ന ദൈവത്തിന്റെ വചനമാ ഈ രാത്രി കേൾക്കപ്പെട്ടത്. ആകയാൽ ആ ദൈവവചനത്തുമ്പിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ച് നാം എവിടെങ്കിലും കേട്ട വചനം അത് അവിടെ കൊണ്ട് അവസാനിപ്പിച്ച് പോകുകയല്ല. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ഇത് അയവിറക്കുന്നവരായി, ഇതിനെ ധ്യാനിക്കുന്നവരായി, ഇതിനെ രാവും പകലും ഹല്ലേലൂയ ധ്യാനിക്കുന്നവരായി, പഠിക്കുന്നവരായി നിശ്ചയത്തോടെ നിൽപ്പാൻ നമുക്ക് ഇടയാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തോളം പഴക്കമുള്ള, ദൈവത്തോളം വലിപ്പമുള്ള ദൈവവചനത്തിന്റെ ശക്തികളാൽ നമ്മെ തിരുപ്പെടുമാറാകട്ടെ. ദൈവത്തെ കേൾപ്പിക്കാം. ദൈവം ശുശ്രൂഷിച്ച ദൈവത്തിനായി പ്രാർത്ഥിക്കാം. ഈ രാത്രി ഈ വചനം കേട്ട എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിപ്പാൻ, ഈ വചനത്തുള്ള വിടുതൽ അനുഭവിപ്പാൻ ഇടയാകുമാറാകട്ടെ പ്രാർത്ഥിക്കാം. ഇതിന്റെ റെക്കോർഡിംഗ് മെസ്സേജ് കേൾക്കുന്ന അനേകായിരങ്ങൾക്ക് അതുള്ള അനുഗ്രഹമായി തീരുമാനിയാകുമാറാകട്ടെ. ത്തോളം ഹല്ലേലൂയ കഴിഞ്ഞ 6 ദിവസമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിച്ചല്ലോ. ദൈവത്താൽ ഐക്യപ്പെട്ട ദൈവത്തിന്റെ ദൈവവചനങ്ങൾ ഓരോന്ന് ഈ ദിവസം വചനത്തെ നിശ്ചയങ്ങൾ ക്രിയ ചെയ്യുവാനിടയാകുമാറാകട്ടെ. ഹല്ലേലൂയ. നല്ല വിളത്ത് പോലെ അത് 100 അതെ 30, 60, 100 മേനി വിളവായി തീരട്ടെ. നിത്യതയ്ക്ക് ഒരുങ്ങുവാൻ ദൈവ രാജ്യത്തിന് ഒരുങ്ങുവാനിടയാകുമാറാകട്ടെ. ദൈവത്തെ കേൾപ്പിക്കാൻ നമ്മൾ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ദയവായി പ്രിയ ജോസങ്ങൾ ശബ്ദമേർത്തി കേൾക്കപ്പെട്ട വചനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഹല്ലേലൂയ വചന ദൈവാസ ഓർത്തുകൊണ്ട് വചനം കേട്ട് പ്രിയവിട്ട് വഹിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കും. പ്രിയ ജോസങ്ങൾ ദയവായി പ്രാർത്ഥിക്കും. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, മനോഹരമായ സന്ധ്യാസമയത്തിന് അടിയങ്ങളെ വാഴ്ത്തുന്നു. കഴിഞ്ഞ 6 ദിവസങ്ങളായി ദൈവത്തിന്റെ വചനം ശ്രമിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ, ഒരുമിച്ച് കൂട്ടായി വരുവാൻ സ്വർഗം സഹായിച്ചുവല്ലോ. സിറ്റി ഹാർവസ്റ്റ് ഫെലോഷിപ്പിന്റെ അടിയങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഓർഗനൈസർ കർത്താവിൻദാസൻ ജോൺസ് പാസ്റ്ററെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ കേട്ട 6 ദിവസത്തെ വചനങ്ങളെ ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് അടിയങ്ങളെ പാങ്കരസനിലായിരിക്കട്ടെ. ഇന്ന് കർത്താവിന്റെ ദാസനെ പ്രാർത്ഥിച്ച സംസാരിച്ച കർത്താവിൻദാസൻ ജെറിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാനിക്കണം. കർത്താവിന്റെ സാദൃശ്യത്തിൽ അടിയങ്ങളെ നിർമ്മിച്ചിരിക്കുമ്പോൾ, വാഴുവാനുമായി ആക്കി വെച്ചിരിക്കുമ്പോൾ ആ ലെവലിലേക്ക് ഉയരുവാൻ തക്കപ്പെടുന്ന സ്വർഗം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിന്റെ പർപ്പസ് അതുപോലെ ഏറ്റെടുത്തുകൊണ്ട് മുന്നേറുവാൻ സ്വർഗം സഹായിച്ചാട്ടെ. അത് സ്വീകരിക്കുവാൻ, അത് അയവിറക്കുവാൻ, അത് അനുസരിക്കുവാൻ, അതിൽ മുന്നേറുവാൻ, അതിന്റെ പ്രാപ്തിയിലേക്ക് മുന്നേറുവാൻ തക്കപ്പെടണം. അതിൽ അടങ്ങിയിരിക്കുന്ന ഓരോ ശബ്ദവും ജീവിതത്തിൽ തെളിവായി വരുവാൻ തക്കപ്പെടണം. അത്ഭുതങ്ങളെ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും അടിയങ്ങൾ ഒരിക്കൽ കൂടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധനയിൽ പങ്കെടുത്തപ്പോൾ ആരാധനയ്ക്ക് ലീഡ് ചെയ്യുന്ന എല്ലാവരെയും അടിയങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി സമർപ്പിക്കാൻ വാഴുവാൻ വേണ്ടി അങ്ങ് ആക്കി വെച്ചിരിക്കുമ്പോൾ അടിയങ്ങൾ വാഴുന്നവരായി മുന്നേറട്ടെ. വിശ്വാസത്തിന്റെ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുവാനും അത് ഏറ്റെടുക്കുവാനും അതിലായിരിക്കാൻ അടിയങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാളത്തെ ഏതെങ്കിലും ശുശ്രൂഷകളെ മാനിക്കണം, താവിനെ ആരാധിക്കുവാൻ എല്ലാവരെയും സഹായിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കും. 6 ദിവസങ്ങൾക്കായി അടിയങ്ങൾ അങ്ങ് വാഴ്ത്തുന്ന സ്തുതിക്കുന്നു. നന്മകളാൽ നിറയ്ക്കണം, സഹായിക്കണം. അങ്ങ് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ വാഴ്ത്തു. ഒരിക്കൽ കൂടി അങ്ങയുടെ സമാധാനത്താൽ അടിയങ്ങളെ പറഞ്ഞു വിട്ടാട്ടെ. ഇസ്ലാമിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗം സഹായിക്കുന്ന കൃപയ്ക്കായി അങ്ങ് വാഴ്ത്തുന്നു.
യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ചു വഴിയുന്ന പരിശുദ്ധാത്മാന്റെ കൂട്ടായ്മയും കരുതലും കാവലും സവാസം എപ്പോഴും നാം ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേലും ഇപ്പോൾ പിരിഞ്ഞു വന്ന പ്രിയപ്പെട്ട മേലും ഭൂമിയിലെ സകല വിശുദ്ധന്മാരെയും തമ്മിൽ കണ്ടുമുട്ടിവരെയും കർത്താവിന്റെ രണ്ടാമത്തെ വരോളം ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഒരിക്കൽ കൂടെ ഈ രാത്രിയിൽ ഹല്ലേലൂയ ദൈവം ശുശ്രൂഷിച്ച പ്രിയദാസൻ ബ്രിജൻ ജോണിനുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. കഴിഞ്ഞ 6 ദിവസമായി